സോ ലൈവ് ആയിട്ടുണ്ട്. വെരിഫൈ കേട്ടോ. LMX TSS വെനം TS തസ്കേഴ്സ് വന്നു. ആൻഡ് എൻ്റെ പിള്ളേർ വെനത്തിൻ്റെ സ്ലോട്ട് ഏതാണോ ആവോ. സോ ഞാനിപ്പോൾ ലൈവ് ആയിട്ടുണ്ട്. സോ എല്ലാവരും കാണെങ്കിൽ അർജുൻ റെഡ്ഡി വന്നിട്ടുണ്ട്. സോ നമ്മുടെ ടിപ്പെക്സിൻ്റെ റൂമിൻ്റെ 5ാമത്തെ ആഴ്ച, 5 ആഴ്ചയായി, ഒരു മാസം പറയില്ല, 5ാമത്തെ ആഴ്ചയിലെ 3ാമത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മൾ ഇന്ന് പോകുന്നത് വിഗന്തിയിലേക്കാണ്. വിഗന്തിയിൽ നമ്മുടെ മഞ്ഞുമല വശം ഇന്നും ഒരു ഓവർലെടുത്ത് കളയാൻ മറന്നെന്ന് തോന്നുന്നുണ്ട്. അത് ഭയങ്കര ബോറായി ഓവർല കാണുമ്പോൾ. സോ നമ്മൾ ഇന്ന് പോകുന്നത് നമ്മുടെ വിഗന്തിക്കാണ്. വിഗന്തിയിൽ സെറ്റാക്കാം. വിഗന്തി അർജുൻ റെഡ്ഡി ബിഗ് ഫാൻ. അർജുൻ റെഡ്ഡിക്ക് എത്തിയില്ല, ആകെ ഫ്ലാഷ് ലൈറ്റിന് മാത്രമേ ഞാൻ കണ്ടുള്ളൂ. അർജുൻ റെഡ്ഡി എത്തിയിട്ടുണ്ട്. ഹലോ ബ്രോ. ഫുൾ ടോപ്പിൻ്റെ ഉള്ളൊരു ഇതിലായിട്ട് എത്തിയിട്ടില്ല. ഉടൻ തന്നെ കയറ്റേണ്ടതാണ്. പിള്ളേരാരും കയറിയിട്ടില്ല. അപ്പോഴേക്കും ഞാൻ സ്ലോട്ടൊക്കെ ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കട്ടെ, ആരൊക്കെ എവിടെ ഉണ്ടെന്ന്. സ്ലോട്ട് 1 നമ്മുടെ ആൻഡാണ്. ടോപ്പിൻ്റെ പിള്ളേർ ആൻഡിൻ്റെ പിള്ളേർ 2 പേരും മാത്രം കയറിക്കും. ബാക്കിയുള്ളവർ വെച്ചാൽ ഈ ആദ്യം കയറിയ സ്ലോട്ട് 1 സോ അതിൻ്റെ ഒരു ഇഷ്യൂ ഇവർക്ക് എപ്പോഴും പണി കിട്ടാറുണ്ട്. കോമിക്കിൻ്റെ പിള്ളേർ വന്നിട്ടുണ്ട്. പിന്നെ ആരാണ് ഇസഡാറക്സിൻ്റെ പിള്ളേർ അവിടുത്തെ റീപ്പർ അവിടെ വന്നിട്ടുണ്ട്. റീപ്പർ സ്ലോട്ടിക്ക് പോകാൻ വെയിറ്റ് ചെയ്യാൻ തോന്നുന്നുണ്ട്. നമ്മുടെ ടസ്കേഴ്സിൻ്റെ പിള്ളേർ അവിടെ എത്തിയിട്ടുണ്ട്, ഫുൾ സെറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ BC സ്ലോട്ട് 6 BC ആണ്. ലൂസിഫറിൻ്റെ പിള്ളേർ വന്നിട്ടില്ല. കോമിക്കിൻ്റെ പിള്ളേർ അവിടെ കോമിക് 5 8 നമ്മുടെ SP-യുടെ പിള്ളേരാണ്. SP-യുടെ പിള്ളേർ നമ്മുടെ താവളമാണെന്ന് തോന്നുന്നു എൻ്റെ ഊഹം ശരിയാണെങ്കിൽ. താവളത്തിൽ പിള്ളേർ അവിടെ സെറ്റ് ആയിട്ടുണ്ട്. പുള്ളി ക്രൂ ആണ്, ഇപ്പോൾ സെയിം ക്രൂ ആണെന്ന് തോന്നുന്നുണ്ട്. പുള്ളി ഇവരുടെ സെയിം പ്ലാൻ ആയിരുന്നു ആക്ച്വലി. പിന്നെ നമ്മുടെ ഓൾ സ്റ്റാർസിൻ്റെ പിള്ളേർ അവിടെ എത്തിയിട്ടുണ്ട്. ഓൾ സ്റ്റാർസ് നമ്മുടെ ടീം സ്ലോട്ട് നമ്പർ 12 ആണ്. അതേ 11 നമ്മുടെ റേസിനുള്ള 4 പേര് ആദ്യമേ ഉണ്ടായിരുന്നു. ഒരാളിപ്പോൾ ചായ കുടിക്കാൻ പോയതായിരിക്കും, വരുമായിരിക്കും എന്തായാലും. വനത്തിൻ്റെ പിള്ളേർ നമ്മുടെ സ്ലോട്ട് 13 സ്ലോട്ട് 13 വനത്തിൻ്റെ പിള്ളേരാണ്. 14 CAയുടെ പിള്ളേരും 15 നമ്മുടെ TSൻ്റെ പിള്ളേർ എത്തിയിട്ടുണ്ട്. സിഡ്ഡോപ്പ് എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ 17 18 കാര്യമാണ് അവർ വരുമായിരിക്കും. OSOP DX ആണ്. DX എന്തായാലും കയറേണ്ടതാണ്, കയറും എന്ന് വിചാരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഈ LMXൻ്റെ പിള്ളേർ എത്തിയിട്ടുണ്ട്. ഫുൾ സ്ക്വാഡ് സെറ്റ് ആയിട്ടിരിക്കുന്നുണ്ട്. ആദ്യത്തെ ദിവസം ഡിന്നർ അടിച്ചാണ്, പക്ഷേ ഇന്നലെ അവർ ഭയങ്കര ഉഴപ്പ് കാണിച്ചാണെന്നറിയില്ല. ബൂട്ട് ക്യാമ്പിൽ ഇറങ്ങി, പക്ഷേ TSൻ്റെ പിള്ളേർ അവിടെ തീർത്തു പോയി. അതുപോലെ തന്നെ നമ്മുടെ എക്സോഡസിൻ്റെ പിള്ളേരുണ്ട്. ചെറിയൊരു പണിയുണ്ട്, വരാം.
സോറി ഗൈസ്, ചെറിയൊരു പണി കിട്ടി. പണിയല്ല, ഞാൻ വർക്ക് ചെയ്യണം ആക്ച്വലി. സോ എനിക്കൊരു എമർജൻസി കോൾ വന്നു. അതിൻ്റെ ഒരു ഇതിലാണ് ഞാൻ ഷീൽഡ് മോഡ് ഓൺ ആക്കിയിട്ട് പോയത്. ലൈവ് ഉണ്ട് ഇപ്പോൾ വരാം. ഒരു 5 മിനിറ്റ് ഞാൻ പറഞ്ഞിട്ട് പോയത്. ചെറിയൊരു പണി കിട്ടി. സോ ഒരു മിനിറ്റ് ഞാൻ അതിൻ്റെ സ്ലോട്ടൊക്കെ വെരിഫൈ ചെയ്യട്ടെ. എല്ലാവരും വന്നിട്ടുണ്ട്. 9:15 9:14 സോ മെസ്സേജൊക്കെ ഒന്ന് വായിച്ചോടെ. ജോർജ് ബ്രോ വേറെ ഒന്നുമല്ല, ചെറിയൊരു പണി കിട്ടിയാണ്. റെവനൻറ്റ് സിർ റെസ്പെക്റ്റിൻ്റെ പിള്ളേർ എത്തിയിട്ടുണ്ട്. സിർ റെസ്പെക്റ്റ്, റീപ്പർ, ആർദർ, വാറുണ്ണി. ഓവർവ്യൂ, അതെനിക്കൊരു അബദ്ധം പറ്റിയത് ഓവർവ്യൂവിൻ്റെ കാര്യം. ഓവർവ്യൂ ഞാൻ എന്തായാലും മാറ്റും നെക്സ്റ്റ് ടൈം. ഐ മീൻ അടുത്ത ഇതിൽ വരാം. കാരണം അത് ഡിഫോൾട്ടായിട്ട് ഇപ്പോൾ എനേബിളേക്ക് എടുക്കാറുണ്ട്. ഞാൻ കയറിയപ്പോൾ ഞാൻ മാറ്റാൻ പറയാം സാറേ, ഞാൻ ഓണാക്കാറില്ല. അത് എന്തൊരു ടെസ്റ്റിംഗ് നേരത്ത് പറ്റിയാണ്. സോ പിള്ളേരൊക്കെ ഇത് നമ്മുടെ ആൻറ്റിൻ്റെ പിള്ളേർ അവിടെ ഫുൾ സൈഡ് ആയിട്ടിരിക്കുന്നത്. ടോപ്പിൻ്റെ പിള്ളേർ മൊത്തം വന്നിട്ട് ലൂസിഫർ സൈക്കോ എന്നാണ് അവിടെ നിൽക്കുന്നത്. ഉടൻ തന്നെ സ്ലോട്ട് മാറുന്ന കയറിയാൽ മതി. പാവൻ ടോപ്പ് വനം കയറാൻ പറ്റുന്നില്ല. ലൂസിഫർ സൈക്കോ ഉടൻ തന്നെ സ്ലോട്ട് മാറുന്നത്. ലൂസിഫർ സൈക്കോ, ലൂസിഫറിൻ്റെ പ്ലാൻ ഏതാ? ലൂസിഫർ ഏതാ ടീം? ലൂസിഫറിൻ്റെ സ്ലോട്ട് കിടക്കുന്നത് ടീം ലൂസിഫർ. സ്ലോട്ട് 7 സ്ലോട്ട് 7 എന്താണ് ഇഷ്യൂ? സ്ലോട്ട് 7 തിയോസ് അല്ല. തിയോസിൻ്റെ സ്ലോട്ട് നമ്പർ 4 നമ്പർ 4 അടിപൊളി. ഇതിപ്പോൾ എന്തായാലും സ്ലോട്ട് തുടങ്ങുന്ന ടൈമായി. ഇത് ചെറിയൊരു പണി പാളിയുണ്ട്. കാരണം തിയോസിൻ്റെ പിള്ളേർ സ്ലോട്ട് 7 കയറിയിരിക്കുന്നുണ്ട്. അവരുടെ സ്ലോട്ട് കിടക്കുന്നത് തിയോസിൻ്റെ സ്ലോട്ട് 4 അതിൽ ലൂസിഫറിൻ്റെ സ്ലോട്ട് ആണ്. ലൂസിഫർ സൈക്കോ എന്തായാലും ഇപ്പോൾ തൽക്കാലം അവിടേക്ക് മാറിക്കുക, അല്ലെങ്കിൽ ഞാൻ കിക്ക് ചെയ്യാം. തല്ലിപ്പിള്ള തസ്കേഴ്സിൻ്റെ പിള്ളേരൊക്കെ വന്നിട്ട് ഡബിൾ സ്ട്രോങ് ആയിട്ട് ടോപ്പ് തന്നെ അങ്ങോട്ട് മാറിക്കോട്ടെ. ആക്ച്വലി നമുക്കിപ്പോൾ രണ്ട് ടീം അറിയാം സ്ലോട്ട് മാർക്ക് എടുക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല, എനിക്ക് നോക്കണം. ഞാൻ ചെറിയൊരു ബിസി ആയിപ്പോയി, അതുകൊണ്ടാണ്. സാധാരണ ഞാൻ ഇപ്പോൾ കിക്ക് ചെയ്ത് വിടാറുണ്ട്. ഇപ്പം എന്തായാലും ഞാൻ കിക്ക് ചെയ്യുന്നില്ല. ടോപ്പ് വേണം, സ്ലോട്ട് മാറേണ്ടതാണ് പ്ലീസ്. നിങ്ങളുടെ സ്ലോട്ടിൽ ലൂസിഫർ ബ്രോ ഒരു മിനിറ്റ് ജോർജ് ബ്രോ. ടോപ്പന എന്തായാലും സ്ലോട്ട് ഉടൻ തന്നെ മാറാണ് യാത്ര നല്ലത്. ബൈറ്റ് ക്രിമിനൽ അവിടെ നിന്ന് മാറാൻ ടോപ്പ് വേണം ഉടൻ തന്നെ സ്ലോട്ട് ഒന്ന് മാറുമോ? സമയം 9:17 നമ്മൾ ലേറ്റാണ്. വേഗം ഒന്ന് മാറുകയാണെങ്കിൽ എന്ത് മാറാത്ത. ഓക്കെ മാറി നമ്മൾ പോകണം. സോറി ഗൈസ്, ഇന്ന് ചെറിയൊരു മുട്ടൻ പണി എനിക്ക് കിട്ടി. അതുകൊണ്ട് അല്ലെങ്കിൽ സാറിന് ഇങ്ങനെ സ്ലോട്ടുമാരെല്ലാം പരമാവധി ഒഴിവാക്കി വിടാറുണ്ട്. കാരണം എന്താ പറ്റിയെന്ന് വെച്ചാൽ സ്ലോട്ടിങ്ങനെ കയറിയിരിക്കുന്നത് ശരിയല്ല. കാരണം നമ്മളൊരു സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്, ആ സ്ലോട്ടിൽ തന്നെ കളിക്കണം. ഇതിപ്പോൾ രണ്ടുപേരും എനിക്ക് കിക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. കാരണം ലേറ്റ് ആയി 9:17 ഇപ്പോൾ ഞാൻ തിരക്കിലായി. ഇപ്പോൾ ചെറിയൊരു പണി കിട്ടി. ടി എസിന് കാണിക്കുന്നത് ഇപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ട്. ഇന്നിപ്പോൾ ക്ലിച്ച് അടിക്കില്ല എന്ന് വിചാരിക്കുന്നു. ഇന്നിപ്പോൾ തൽക്കാലം ലൂസിഫർ അല്ലാണ്ട് അതൊക്കെ നമുക്ക് എന്തായാലും അവരുടെ അടുത്ത് ചോദിച്ചൊക്കെ എന്തുകൊണ്ടാണ് ഇപ്പോൾ തിയോസിൻ്റെ പിള്ളേരാണെങ്കിൽ ആദ്യം മാറിക്കിടക്കുന്നത്. അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല, അവർ മാറിപ്പോയായിരുന്നു ഓൾറെഡി. അത് ഞാൻ കാണുമ്പോഴേക്കും ലേറ്റ് ആയി, സമയം അപ്പോഴേക്കും കഴിഞ്ഞു. സോ നമുക്ക് ബാക്ക് ഇൻ ആക്ഷൻ, നമ്മുടെ കളിയിലേക്ക് വരാം. ഹായ് ബ്രോസ്, എനിക്ക് ആരുടെയൊക്കെ മെസ്സേജ് മിസ്സായിട്ടുണ്ടെങ്കിൽ സോറി. സോ ജസ്റ്റ് ചില്ലായിരുന്നു, മുട്ടം പണി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പുറത്ത്. സോ നമുക്ക് നമ്മുടെ റെസ്പെക്റ്റ് ചെയ്യാം. ആദ്യം ടോപ്പിൻ്റെ പിള്ളേരൊക്കെ അവിടെ. ടോപ്പിൻ്റെ പിള്ളേർ 4 പേര് കയറിയിട്ടുണ്ട്. 1 2 3 4. ടിപ്പെക്സ് ഹൈപ്പർ എങ്ങനെ 4ാമത്തെ സ്ലോട്ടിൽ പോയേ? അടിപൊളി. പുള്ളി എനിക്കുണ്ട്, ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് കയറി എന്തായിരിക്കും. ഇന്നിപ്പോൾ എന്തായാലും എന്തെങ്കിലുമൊക്കെ നടക്കും. നമുക്ക് റെസ്പെക്ട് ചെയ്യണം. ഞാനിപ്പോൾ ടോപ്പ് വിമാനത്തിനാണ് റെസ്പെക്ട് ചെയ്യണം. അവരെന്തായാലും ഹോട്ട് ഡ്രോപ്പ് ഇറങ്ങുകയില്ല. അവരെവിടെ ഇറങ്ങുമെന്ന് അറിയാം. അതേപോലെ ആരുടെ ആയിരിക്കുന്നത് വിമാനം തസ്ക് സിൻസൈനുണ്ട്. റേസ് ഉണ്ട് അവിടെ മുമ്പിൽ. TS സിഡോപ്പി സിഡോപ്പിയാണ് ഇന്നത്തെ വിമാനം. സീസൺ 11 എയ്സ്. CIDയുടെ പിള്ളേർ കാണേണ്ടതാണ് ബ്രോ. CID കയറിയില്ലേ? ടീം CID ഫുൾ സ്ക്വാഡ് സെറ്റ് ചാടി ഓൾറെഡി. എറർ 4 ഇപ്പോൾ കാണിക്കാം ബ്രോ. ഇപ്പോൾ സെറ്റ് ആക്കി തരാം. നമ്മുടെ CID പിള്ളേരുണ്ട്. CID പിള്ളേർ ഇപ്പോൾ ചാട്ടത്തിലാണ്. CID പിള്ളേർ ചാടിയിട്ടുണ്ട്. നമ്മുടെ എററിൻ്റെ പിള്ളേർ താഴെയാണ്. എററിൻ്റെ പിള്ളേർ എവിടെ?
എറർ 404 3 പേര് മാത്രമേ ഉള്ളൂ. അവരിപ്പോഴും വിമാനത്തിലാണ്, അവരിപ്പോഴും ചാടിയിട്ടില്ല. അവർ എററിൻ്റെ പിള്ളേരും ചാടിയിട്ടുണ്ട്. നോക്കാം എവിടെയാണ് കൂടുതൽ അടി നടക്കാൻ ചാൻസ്. മോനായിട്ട് LMXും ടോപ്പിൻ്റെ പിള്ളേർ ഒരുമിച്ച് തന്നെ പോകുന്നുണ്ട്. ആരൊക്കെയുണ്ട്? സീറോ റെസ്പെക്റ്റിൻ്റെ പിള്ളേരും നമ്മുടെ ബോസ്കോൻ്റെ പിള്ളേരും TSSൻ്റെ പിള്ളേരും കൂടി ഒരുമിച്ച് പോകണം. TSS തൊട്ട് പിന്നെ തന്നെ അവരില്ല, അവരവിടെ പൊടവസ്റ്റിൽ ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ LMXൻ്റെ അടുത്ത് ടോപ്പിൻ്റെ പിള്ളേർ റെസ്പെക്ട് ചെയ്യാൻ ടോപ്പിൻ്റെ അടുത്ത് ചെറിയൊരു ഫൈറ്റ് എടുക്കാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ LMXൻ്റെ പിള്ളേരും ടോപ്പിൻ്റെ പിള്ളേരും ഫൈറ്റ് എടുക്കുക. അതേ ടോപ്പ് വേണം, അത് LMXൻ്റെ പിള്ളേർ സ്പോട്ട് ചെയ്തുകൊണ്ടാണ് പോകുന്നത്. നമുക്ക് വേഗം പോയി ഗണ്ണെടുത്ത് ചാടി അടിക്കണമെന്നാണ് അവർ പറയുന്നത്. അതേ നോക്കാം. LMXൻ്റെ പിള്ളേർ അവിടെ സൈഡിലുണ്ട്. അവരെന്ത് ചെയ്യും? അവരത് ഗണ്ണൊക്കെ ഇട്ട് അത് ഉസിയൊക്കെ എടുത്ത് ചാടി ഓടി പോകുന്നുണ്ട്. അങ്ങനെ അവരത് നൈസായിട്ട് ബീറസ് അത് ഉസിയൊക്കെ എടുത്ത് ചാടി പോകുന്നു. ഗണ്ണ് കിട്ടുന്നതിനേക്കാൾ മുമ്പ് അടിക്കണമെന്ന ആവശ്യത്തോടുകൂടി. പക്ഷേ ടോപ്പിൻ്റെ പിള്ളേർക്ക് അവിടെ ഗണ്ണ് കിട്ടിയില്ല, നമുക്ക് കണ്ടറിയണം. അത് ടോപ്പിൻ്റെ പിള്ളേർ അത് സ്കോർപ്പിയൻ വെച്ച് വരുന്നുണ്ട്. അത് ടോപ്പിൻ്റെ പിള്ളേർക്ക് അത് നൈസായിട്ട് പണി പാളിയുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇല്ല ഗണ്ണ് കിട്ടിയിട്ടില്ല. ഗണ്ണ് കിട്ടിയോ? അതെ ഉസി കിട്ടിയിട്ടുണ്ട് മോനെ, തോമസൺ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുഴപ്പമില്ല, ഇവിടെയും ഗണ്ണുണ്ട് മോനെ. LMXൻ്റെ പിള്ളേർ ടോപ്പിൻ്റെ പിള്ളേർ അടിക്കില്ല, നിൽക്കേണ്ട. അത് ടോപ്പ് കോബ്ര മുമ്പിൽ നിൽക്കുന്നു. ലൈവ് കാണാൻ പറ്റണില്ലേ? ഞാൻ ഷീൽഡ് ഓഫ് ചെയ്തില്ലേ? ഷീൽഡ് ഓഫ് ആണല്ലോ. LMXൻ്റെ പിള്ളേർ എന്താണ് ചെയ്യാൻ പോകുന്നത്? ടോപ്പിൻ്റെ പിള്ളേർ LMXൻ്റെ പിള്ളേർ എന്ത് നേർ നിന്ന് അടിക്കോ ഇല്ലെന്ന് കണ്ടറിയാം. മോനെ TSൻ്റെ പിള്ളേർ അവിടെ അടി പറയുന്നത്. TSൻ്റെ പിള്ളേർ ചെറിയ അഗോറി. TSS തെറ്റിപ്പോ. TSൻ്റെ പിള്ളേർ ചെറിയൊരു അടി പറഞ്ഞിട്ടുണ്ട്. മോനെ മോളിൽ അഗോരി സീറോ റെസ്പെക്ട് കേസ് വേണ്ടിയിരിക്കുന്നു. തസ്കേഴ്സിൻ്റെ പിള്ളേർ അടിച്ചോണ്ടിരിക്കുന്നു. അല്ല, തസ്കേഴ്സിൻ്റെ പിള്ളേർ സീറോ റെസ്പെക്റ്റിന് അടിച്ചോണ്ടിരിക്കുകയാണ്. സീറോ റെസ്പെക്ട് റീപ്ര ചാടി ഓടി പോകുന്നു. ബ്രോസ് BCയുടെ പിള്ളേർ ഓൾറെഡി പെട്ടിയൊക്കെ ആയിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. ടോപ്പിൻ്റെ പിള്ളേർ അവിടെ ഇപ്പോൾ ഫൈറ്റ് നിർത്തില്ല. ഇവരായിട്ട് അവരിപ്പോഴും ചില്ലാണ്. അവർ LMX ഉണ്ടായിരുന്നു. LMX ഇപ്പോഴും അവിടെ ഉണ്ട്, അവരുടെ അടുത്തേക്ക് പോയിട്ടില്ല ഇവരായിട്ടും. തസ്കേഴ്സിൻ്റെ അടുത്ത് പോകും. തസ്കേഴ്സിൻ്റെ പിള്ളേർ ചെറിയ RDXൻ്റെ പിള്ളേർ അവിടെ എടുക്കുന്നൊരു എന്തായി? തസ്കേഴ്സിൻ്റെ പിള്ളേർ മൊത്തം തീർത്താ? ഇല്ല, അതാ മോനെ ഇൻസൈൻ അത് ചാടിപ്പോകുന്നുണ്ട് റീപ്പറിന് അടിക്കാൻ വേണ്ടി. പുള്ളി കട്ട ഫോളോയിങ് ആണ് കേട്ടോ. ഇല്ല, അവിടെ ഉണ്ടോ നോക്കുന്നു, അവിടെ ആളില്ല. CIDയുടെ പിള്ളേർ നിൽക്കുന്നത് എവിടെയായിരുന്ന? CIDയുടെ പിള്ളേർ ഒരു മൂലയിലാണ്, അവർക്കാണ് സോണിൻ്റെ അടി. സോൺ കിടക്കുന്നതാണ് ഈ ഒരു മൂലയിലാണ് കിടക്കുന്നത്. അത് തസ്കേഴ്സ് തിരിച്ചു പോയിരിക്കുന്നു. നമ്മുടെ സൈക്കിഡ് RDXൻ്റെ പിള്ളേർ അവിടെ ചെറിയ ഫൈറ്റ് എടുത്തിട്ടുണ്ട്. RDXൻ്റെ അടുത്തോ മോനെ റേസിൻ്റെ പിള്ളേർ RDXൻ്റെ പിള്ളേർ നല്ല പോരിഞ്ഞടിയാണ്. പക്ഷേ അവിടെ ചെറുതായിട്ട് നമ്മുടെ സൈക്കിഡ് കൊണ്ടിട്ടുണ്ട്. ആരാണ് വീഴ്ത്തി? റേസിൻ്റെ പിള്ളേർ ആരാണ്? റേസ് ബൂഗി. മോനെ TSSന് ഇപ്പോൾ കാണിക്കാം. അതെ റേസ് ബൂഗി നൈസായിട്ട് പോകുന്നുണ്ട്. ഓന് റേസിൻ്റെ പിള്ളേർ RDXൻ്റെ പിള്ളേർ മൊത്തം ഭിത്തി കയറ്റിയിട്ടുണ്ട്. നമുക്ക് എറർ 4 ടോപ്പിൻ്റെ പിള്ളേർ അടി തുടങ്ങി. ടോപ്പിൻ്റെ അടുത്ത് ടോപ്പ് ജോക്കർ വേണ്ടിയിട്ടുണ്ട്. നമ്മുടെ LMXൻ്റെ പിള്ളേർ ബീറസ് അത് ചാടി വരുന്നുണ്ട്. ബീറസിനെ തന്നെ ടോപ്പ് വൈപ്പർ അത് മുകളിൽ നിന്ന് അടിക്കാൻ ശ്രമം. ബീറസ് അത് നൈസായിട്ട് മതിലാടി പോകുന്നുണ്ട്. എന്ത് ചെയ്യും? അത് ടോപ്പ് വൈപ്പർ അത് കവർ ഫയർ കൊടുക്കുന്നു. അവിടെ അത് സ്മോക്ക് കിട്ടും, മൊത്തം പുകച്ച് വെച്ചുകൊണ്ട് LMXനോട് അത് ജോക്കർ വൈപ്പറിനെ വീഴ്ത്തിരിക്കുന്നു. വൈപ്പർ അത് പെട്ടിയാവോ ഇല്ല, അത് അവിടെ നിന്ന് റവ് വരുമോ മോനെ? അതാ സൈക്കോ LMXൻ്റെ പിള്ളേർ അത് പുഷ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് നൈസായിട്ട് സൈഡിൽ കൂടെ. അവിടെ കോബ്ര സൈഡിൽ നിൽക്കുന്നത്. കോബ്ര അത് ചാടി വരുന്നു. കോബ്ര കണ്ടില്ലേ? കോബ്ര G36 കൊണ്ട് ചാടി വരുമ്പോൾ അവിടെ നമ്മുടെ LMXൻ്റെ പിള്ളേർ എടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവരാരെയും കണ്ടില്ല തോന്നുന്നുണ്ട്. എന്ത് പറ്റി ബോയ്സ്? അങ്ങനെ അതേ സൈക്കോ കയറി വരുന്നുണ്ട്. നിനാകാര് മാത്രം വൈപ്പറിൻ്റെ റവ് എടുക്കില്ല, നമുക്ക് കണ്ടറിയാം. ബ്രോ RDXൻ്റെ പിള്ളേർ മൊത്തം തീർന്നു. മോനെ വൈപ്പറിന് അടുത്ത നെയ്ഡും വന്ന് നെയ്ഡിൽ പണി കിട്ടുകയും ചെയ്തു. വൈപ്പർ അവിടെ പിന്നെയും വീണു. അവിടെ നേരാണ് വെനം മാത്രം കിട്ടി, നമ്മുടെ ടോപ്പിൻ്റെ വെനം മാത്രം. മോനെ ചാടി അടിക്കുന്ന LMX നെയ്ഡിൻ്റെ ചാടിയുള്ള അടിയില്ലാതെ വെനം വീണു. വെനം തീർന്നു. ഇനിയിപ്പോൾ ആരുള്ളത്? ടോപ്പ് ജോക്കർ മാത്രം. ജോക്കർ അത് ഒറ്റയാൾ പോരാട്ടം അടിക്കാനുള്ള ശ്രമമാണ്. മോനെ അത് സ്കോർപ്പിയനെ കൊണ്ട് പുള്ളി ചാടി നിന്നതും അടിച്ച് നമ്മുടെ സൈക്കോ LMX തീർത്ത് വിട്ട്. ഇനി ടോപ്പിൻ്റെ പിള്ളേരെ മൊത്തം തീർത്തിട്ടുണ്ട്. ഇനി എങ്ങോട്ടാണ് പോകേണ്ടത്? നമ്മുടെ BC കോമിക്കിൻ്റെ പിള്ളേർ അവിടെ ഫൈറ്റ് എടുക്കണം. TSൻ്റെ പിള്ളേരായിട്ട് ഫൈറ്റ് എടുക്കണം. കോമിക് കോഡ് ഫിഷ് വേണ്ടിയിരിക്കുന്നു മോന്. തിയോസിൻ്റെ ഓൾറെഡി ഒരു പോരിട്ടുണ്ട്, രണ്ട് നോക്കുണ്ട്. ഇനി ആകെ ഒരാൾ മാത്രമാണ് ഏഡീസ് റവ് എടുക്കാൻ വരുമ്പോഴും നമ്മുടെ ലിയോ അവിടെ ചാടിപ്പോയി അതിനെ തീർത്തു. പക്ഷേ നമ്മുടെ കോസ്മിക്കിൻ്റെ ഗ്ലാഡി പോയിട്ടുണ്ട്. പക്ഷേ ബാക്കിയെല്ലാവരും കോഡ് ഫിഷും കോമിക്കും ലിയോ ഉണ്ട്, മോർഫിയസ് ഉണ്ട്. നമുക്കിനി അടുത്ത ഫൈറ്റ് എവിടെയാണെന്ന് കണ്ടറിയാം. ഇപ്പം തന്നെ 21 ടീം 4 ടീം പോയില്ലേ? 4 ടീമിൻ്റെ അടുത്ത് പോയിട്ടുണ്ട്. അതേ സീറോ റെസ്പെക്ട്. ഇനി ആരൊക്കെയാണ് ചോദിക്കുന്നു? സീറോ റെസ്പെക്റ്റിന് റീപ്പർ മാത്രം ഉള്ളൂ തോന്നുന്നുണ്ട്.
അതെ റീപ്പർ മാത്രം, റീപ്പറിന് ഒറ്റയാൾ പോരാട്ടമാണ്. എറർ 404. ടിപ്പെക്സ് അവിടെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. 404 എവിടെ? 404 തീർന്നോ? ഇല്ലല്ലോ. എറർ 404 രണ്ടുപേര് മാത്രമായിട്ട് എറർ 404 ഉണ്ട്. എറർ 404 എവിടെയാണ് എറർ 404? എററിൻ്റെ പിള്ളേർ എവിടെയാണ്? LMX അവിടെ അടുത്ത ഫൈറ്റൊക്കെ എടുക്കുന്നുണ്ടോ? എന്ത് പറ്റി? ചുമ്മാ എന്തെങ്കിലുമൊക്കെ ഞാൻ എയ്ഡ് വാരി വരുന്നതോ. എറർ 404 കുഴപ്പമില്ല. TSSൻ്റെ അടുത്താണ്. മോനെ ഇവിടെ ചെറിയ അടി പറഞ്ഞിട്ടുണ്ട്. മോൻ നമ്മുടെ HMF, നമ്മുടെ ആരാണ് ഇവരുടെ പേര്, ഓൾ സ്റ്റാർസ് ഇവിടെ ചെറിയൊരു ഫൈറ്റ് എടുക്കാനുള്ള പ്ലാനാണെന്ന് തോന്നുന്നുണ്ട്. ഇവിടെ പക്ഷെ ആരും ഇല്ലല്ലോ. TSS സ്ലോട്ട് 21. എററിൻ്റെ പിള്ളേർ അവിടെ കുഴപ്പമില്ല. അതെ സോൺ അങ്ങേറ്റത്താണ് നമ്മുടെ ഓൾ സ്റ്റാറിൻ്റെ പിള്ളേർ പറയുന്നത്. അത് സോൺ ഒരു മൂലക്കിലാണ്. ആ മൂലക്കിലാണ് ഒരു മനുഷ്യന്മാരും ഇല്ല. നോക്കൂ, എല്ലാവരും ഇപ്പുറത്താണ്ട്. സോൺ ഇവിടെയുണ്ട്. എല്ലാവരും ചെറുതായിട്ട് പണിയുണ്ട്. അവിടെ ചാടിയവർക്ക് മാത്രമാണ്. ഇനി ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും വാഹനം എടുത്ത് നമുക്ക് പോകേണ്ടി വരും. ആകെ പെട്ടെടുക്കുകയാണ്. ലൂസിഫറിൻ്റെ പിള്ളേർ നമുക്ക് നോക്കാം. TS ഇവിടെ ചാടി പോകുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. അതുപോലെ നമ്മുടെ ലൂസിഫറിൻ്റെ പിള്ളേരെ നോക്കാം. ലൂസിഫർ ഇവിടെ ചാടി പോകുന്നുണ്ട്. ലൂസിഫറിൻ്റെ അടുത്ത് ആ ഒരു മനുഷ്യനില്ല. കാരണം ലൂസിഫർ സോണിൻ്റെ അടുത്താണ്. LMXൻ്റെ പിള്ളേരുടെ അടുത്തുണ്ട്. പക്ഷേ അവന്മാർ പണി കൊടുക്കില്ല, നമുക്ക് കണ്ടറിയേണ്ടി വരും. അതുപോലെ തന്നെ ലിയോ കോമിക് ഒരു മൂലക്കിലാണ്, എക്സോഡസ് ഒരു മൂലക്കിലാണ്, നമ്മുടെ SP ഒരു മൂലക്കിലാണ്. ഏതാണ് ബിസിയുടെ പിള്ളേർ ഒരു സൈഡിലാണ്. അങ്ങനെ 0 റീപ്പർ നമ്മുടെ TSS ഫേസ് അടിച്ചിട്ടാ. പക്ഷേ അറിഞ്ഞു പോലില്ല. റീപ്പറിനെ അങ്ങനെ തീർത്തുണ്ട്. ബിസിനാണ് ഞാൻ സ്പെക്ക് ചെയ്തിട്ടുണ്ട്. BC അവിടെ ഉണ്ട്. എന്താണ് പറ്റിയ ലൈവ് ആണെന്നുള്ള കാര്യം അവർക്ക് അറിയില്ല. അതാണ് സോറി ഗൈസ്. ഇന്നെന്താ പറയുക, ഇന്ന് കുറേ ഇൻട്രപ്ഷൻസ് ഉണ്ട്. ഇനി മിക്കവാറും ഞാൻ എന്താ പറയുക ഫ്ലൈറ്റ് മോഡൊക്കെ ഇട്ട് സ്പെക്ക് ചെയ്യേണ്ടി വരും എന്നാണ് തോന്നണേ. കോളെടുത്ത് ശരിയാവില്ല. നമ്മുടെ ലൈവ് ഷോക്കായി പോകും. നമ്മൾ എത്ര നാൾ ഞാൻ പരമാവധി ഈ നേരത്തെ എനിക്ക് പണിയൊന്നും വരാത്തതാണ്. മോനെ അടുത്ത അടി ഇതേ BC നമ്മുടെ TSൻ്റെ പിള്ളേർ അടി തുടങ്ങി. മോനെ പൊളി, പ്രതീക്ഷിക്കാത്ത അടിയാണ് മോനെ. BCയുടെ പിള്ളേരും TSൻ്റെ പിള്ളേരും പോരിഞ്ഞടിയാണ്. പക്ഷേ BC സുൽത്താനെ വീഴ്ത്തിരിക്കുന്നു. ഇനി ക്ലച്ചിനെ വീഴ്ത്തോ? ഇല്ല, ക്ലച്ച് വീണു. ഇനിയിപ്പോൾ BC ഡ്രാഗൺ മാത്രമാണുള്ളത്. എന്താണ് നടക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം. ഡ്രാഗണാണെങ്കിൽ അങ്ങ് ദൂരെയാണ്. ഡ്രാഗൺ അവരെ വിട്ട് ഡ്രാഗൺ പിന്നിക്കൂടെ വരായിരുന്നു. ഈശ്വര, ടിപ്പെക്സിന് കാണിക്കാൻ ബ്രോ. TSൻ്റെ പിള്ളേരെ നോക്കുകയാണ് നമ്മുടെ ഡ്രാഗൺ എന്ത് ചെയ്യും? സ്പ്രേ ചെയ്ത് ഇടുക ഇല്ല, നമുക്ക് കണ്ടറിയാം. നമുക്ക് നോക്കാം. TSൻ്റെ പിള്ളേരുടെ മൊത്തം സ്മോക്ക് ഇട്ട് ലൂട്ടി ഇറങ്ങി. ഡ്രാഗൺ ദൂരെ നിന്ന് നിസ്സഹായനായിട്ട് നിൽക്കുകയാണ്. നിസ്സഹായനായ ഡ്രാഗൺ എന്ത് ചെയ്യും? തിരിച്ച് നോക്കി നിൽക്കുന്നു. തിരിച്ചു പോകുക ഇല്ലയോ? അല്ല, പുള്ളി അവിടെ നിൽക്കണ്ടപ്പോൾ എനിക്ക് ഡൗട്ടായിപ്പോയി. എന്നെ ശല്യം ചെയ്യാൻ വിളിക്കണം. അവർ ലൈവ് കാണുന്നവരാണ് ഇപ്പം എന്നെ വിളിച്ച് ശല്യപ്പെടുത്തുന്നത്. പിന്നെ ഡ്രാഗൺ എന്ത് ചെയ്യും? ഡ്രാഗൺ അതൊരു ചാൻസിനോട് നോക്കിക്കാണോ ഇല്ല, നമുക്ക് കണ്ടറിയാം. ടിപ്പെക്സിനെ നമുക്കൊന്ന് ജസ്റ്റ് കാണിച്ചു നോക്കാം. കുറേ നേരം ഇത് പറയുന്നുണ്ട്. ടിപ്പെക്സ് എവിടെയാണ് എന്തോ. ടിപ്പെക്സിൻ്റെ പിള്ളേർ ഇവിടെ ചുമ്മാ ഒരു മൂലയിലാണ്. അവർ സോണിനകത്താണോ? അത് സോണിനകത്താണല്ലോ. മോൻ്റെ CID പിള്ളേർ വനത്തിൻ്റെ പിള്ളേർ ചെറിയൊരു ഫൈറ്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇതേ ടിപ്പെക്സ് അവിടെ ഉണ്ട്. പക്ഷേ നമ്മുടെ ചെറിയ CID പിള്ളേർ ചെറിയ ഫൈറ്റ് എടുക്കാൻ ചാൻസ് ഉണ്ട്. കണ്ടറിയേണ്ടി വരും. CID പിള്ളേരും വനത്തിൻ്റെ പിള്ളേരും. CID എൻ്റർടൈനർ അങ്ങ് ദൂരെയാണ്. പുള്ളി അങ്ങോട്ടാണ് പോകുന്നത്. അതെ, വനത്തിൻ്റെ പിള്ളേർ താഴെ ഉണ്ട്. വനത്തിൻ്റെ പിള്ളേരോടെ ഡ്രോപ്പ് എടുക്കാൻ വനത്തിൻ്റെ പിള്ളേരൂടെ എല്ലാവരും നല്ല വീട്ടിലും TP പഠിച്ചിരിക്കുകയാണ്. എന്താണ് കഥകൾ പറയുകയാണ്. അത് അങ്ങനെ എല്ലാവരും പ്ലാൻ ചെയ്യണം. വനത്തിൻ്റെ പിള്ളേർ മൊത്തം പ്ലാനിങ്ങിലാണ് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അത് ലൂസിഫറിൻ്റെ പിള്ളേർ നമ്മുടെ ഡെഡിൻ്റെ പിള്ളേരും കണ്ടുമുട്ടോ ഇല്ലെന്ന് കണ്ടറിയേണ്ടി വരും. വനം ആദ്യ 45 റോഷും എന്താണ് പറയുന്നത്. ഇത് തൊട്ടപ്പുറം നമ്മുടെ പിള്ളേർ, നമ്മുടെ വനത്തിൻ്റെ ജോഷ് കമൺ ബോയ്സ്. ഇതിൽ ചിക്കൻ്റെ നമ്മുടെ അൽഫാം ഉണ്ടാക്കാൻ പറ്റില്ല. നമുക്ക് അൽഫാം കൂട്ടി അടിക്കാറുണ്ട് ഇവർക്ക്. പക്ഷേ ഈ ആർട്ടിക് മോഡല്ല ഒരു നോക്കുക. എല്ലാവരും അത് സോണിൻ്റെ പുറത്താണ്. സോണിനകത്ത് വളരെ കുറച്ച് പേര് മാത്രം നിൽക്കും. നമ്മുടെ എററിൻ്റെ പിള്ളേരെടുത്ത് DXൻ്റെ പിള്ളേരും ചെറിയൊരു ഫൈറ്റ് എടുക്കാൻ ചാൻസ് ഉണ്ട്, നമുക്ക് കാണുന്നുണ്ട്. DXൻ്റെ പിള്ളേർ ഇവിടെ വീട്ടിലാണ്. എല്ലാവരും വീട്ടിനകത്ത് തന്നെയാണ്. വീട്ടിനകത്ത് സെറ്റായിട്ട് ചില്ലായിട്ടിരിക്കുന്നുണ്ട്. ഇമ്മോർട്ടൽ DXനൊക്കെ 2 പേര് മാത്രമാണ് കയറിയത്. 47 DX ഇമ്മോർട്ടൽ മാത്രമാണ്.
സോ നമുക്ക് നോക്കാം. മോനെ ടിപ്പെക്സ് ചെറിയ ഫൈറ്റ് എടുത്തിരിക്കുന്നു. LMX ടിപ്പെക്സ് അത് മോനെ കട്ടയ്ക്ക് കയറുന്ന LMXന്റെ ഗോസ്റ്റ് അത് നൈസായിട്ട് അടിച്ചിരുന്നുണ്ട്. മോനെ ഇനി താനോസ് അങ്ങനെ ടിപ്പെക്സിൻ്റെ പിള്ളേരെ മൊത്തത്തിൽ തീർത്തു വിട്ടു. LMXന്റെ പിള്ളേർ ഇന്ന് ഭയങ്കര വാശിയിലാണ്. അതേ ബിഗ് ഫാൻ സർ താനോസ് അത് പെട്ടിയായിട്ടുണ്ട് സിമ്പിളായിട്ട്. സോ നമുക്ക് നോക്കാം. LMXന്റെ പിള്ളേർ ഇന്ന് മൊത്തം ടീമിൽ 7 ഉണ്ട്. ഓൾറെഡി 2 സ്ക്വാഡിനെ വൈപ്പ് ചെയ്തിട്ടുണ്ട്. ടോപ്പിൻ്റെ പിള്ളേരെ വൈപ്പ് ചെയ്ത് ടിപ്പിൻ്റെ പിള്ളേരെ വൈപ്പ് ചെയ്തിട്ടുണ്ട്. LMX എന്താണ് ഫസ്റ്റ് ഡേ മോനെ ഇവിടെ ആരാണ് കോമിക് കോഡ് ഫിഷ് മുകളിൽ നിന്ന് വീണിട്ടുണ്ട്. എന്ത് പറ്റിയ പുള്ളി അടി തെറ്റി വീണതാണെന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഡെഡിൻ്റെ പിള്ളേർ മാൻ്റെ പിള്ളേർ ഫൈറ്റ് എടുക്കുന്നു. ഡെഡിൻ്റെ പിള്ളേർ നോക്കിയിട്ടുണ്ട്. മോനെ ഡെഡിൻ്റെ പിള്ളേർ പൊള്ളി ഇതേ വണ്ടി പൊടിച്ചിരിക്കുന്നു. പാന്തർ അത് കാശിനെ നോക്കാക്കിയിരുന്നു. ഡെഡ് കാശ് അവിടെ നോക്കാണ്. മോനെ സൈഡിലൂടെ റാപ്റ്റർ അത് പ്രീ ഫയർ ചെയ്തുകൊണ്ട് വരുന്നു. പക്ഷേ റാപ്റ്റർ അടിച്ചില്ല. ഡെഡ് പാന്തർ മാത്രമാണുള്ളത്. അതെ പാന്തർ മാത്രമാണുള്ളത്. അല്ലല്ലോ ഡെക്സ്റ്റർ പിന്നിലാണ്. ഡെക്സ്റ്റർ അത് ഓടി വരുന്നു സപ്പോർട്ടിന്. മോനെ അടുത്തടി ആർക്കാണ് നമ്മുടെ ഡെക്സ്റ്റർ അവിടെ ഡെക്സ്റ്റർ ചാടി വരുന്നു. സ്കൂട്ടറിൽ വന്ന ഡെക്സ്റ്റർ ചാടി വരുന്നുണ്ട്. മോനെ അടുത്തടി റാപ്റ്റർ വീണ്ടിരിക്കുന്നു. കാശി ആരടിക്കും? അടിപൊളി മോനെ ആൻറ്റിൻ്റെ പിള്ളേരെ തീർത്തു. ഇന്നലെ 2 സെക്കൻഡ് അടിച്ച് നമ്മുടെ ആൻറ്റിൻ്റെ പിള്ളേർ അത് ഡെഡിൻ്റെ പിള്ളേർ തീർത്തിട്ടുണ്ട്. ഡെഡ് കാശ് പക്ഷേ സോണിൽ നോക്കായിരിക്കുന്നു. എല്ലാവരും സോണിലേക്ക് പോകണം. വണ്ടി പറഞ്ഞിട്ടുണ്ട് പൊട്ടി തല്ലിപ്പൊളിച്ച് കളഞ്ഞുകൊണ്ട് ഇനി അടുത്ത വണ്ടിയിലേക്ക് നോക്കാം. മോനെ ഡെഡിൻ്റെ പിള്ളേർ വേറെ ലെവൽ. ഡെഡ് അങ്ങനെ അടുത്ത സ്ക്വാഡ് പോയി കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് നോക്കാം. നമ്മുടെ ടീം SPV അത് കാറിലൊക്കെ പോകുന്നുണ്ട്. DXൻ്റെ പിള്ളേർ എൻഗേജ് ചെയ്തില്ല. DXൻ്റെ പിള്ളേർ ചുമ്മാ പാട്ടൊക്കെ പാടി നിൽക്കാറുണ്ട്. കാരണം അവർ 2 പേരും ഇവിടെ 4 പേരുണ്ട്. 4 പേര് 4 vs 2 ഇത്തിരി പാടാണ്. പക്ഷേ വിചാരിച്ചു നടക്കും. നത്തിങ് ഈസ് ഇമ്പോസിബിൾ എന്നാണല്ലോ. മോനെ ഡ്രോപ്പ് വീണത് വെള്ളത്തിലെ ഡ്രോപ്പ് ആര് പോയി എടുക്കും നമുക്ക് കണ്ടറിയാം. അതാരാണ് ഓൾസ്റ്റാറിൽ വേറെ ആരും ഇല്ലല്ലോ. പുള്ളി ഇവിടെ ഒറ്റയ്ക്ക് ഇതേ പാട്ടൊക്കെ പാടി നടക്കണം. ബാക്കി ആരും വന്നില്ല. മോനെ ചെറിയൊരു അടി നമ്മുടെ SPയുടെ അടുത്ത് ചെറിയൊരു അടി ഇറക്കുന്നുണ്ട്. എന്ത് പറ്റി? SP ചുമ്മാ വെടിച്ചടിച്ചാന്ന് തോന്നുന്നുണ്ട്. ബൈറ്റിൻ്റെ പിള്ളേർ എന്താണ് ചെയ്യുന്നത്? എല്ലാവരും സോണിൻ്റെ മൂലയ്ക്ക് വന്ന് കാണാതെ സ്പാർട്ടറെ പിള്ളേർ സ്പോട്ട് ചെയ്യുന്നു തോന്നുന്നുണ്ട്. ബൈറ്റിൻ്റെ സ്പെക്ടർ അതേ പുള്ളി കാർണൈൻ്റെ ഒക്കെ വെച്ച് സ്നൈപ്പ് ചെയ്യാനുള്ള ശ്രമം വന്നുകൊണ്ട് സ്പാർട്ടറെ പിള്ളേർ അവിടെ നിന്ന് ഓടി വരുന്നുണ്ട്. പക്ഷേ അവർക്ക് സോണിൽ കയറിയേ പറ്റും. എന്തായാലും അവർ വരേണ്ടതാണ്. പക്ഷേ പുള്ളി സ്പോട്ട് ചെയ്തില്ല. പുള്ളി ജസ്റ്റ് നോക്കുകയാണ് ചെയ്തത്. എററിൻ്റെ പിള്ളേർ അവിടെ ഉണ്ട്. എററിൻ്റെ പിള്ളേർ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. അപ്പോൾ ഇവിടെ ചെറിയൊരു ഫൈറ്റ് എടുക്കും. ഇല്ല നമുക്ക് കണ്ടറിയാം. എറർ വണ്ടിയൊക്കെ എടുത്ത് പോകുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല. എററിൻ്റെ പിള്ളേർ നമുക്ക് ബൈറ്റിൻ്റെ പിള്ളേർ ടീം ബൈറ്റാണ്. ബൈറ്റ് വേറെ സ്ക്വാഡാണ്. പക്ഷേ ഇത് പുതിയ സ്ക്വാഡാണ്. സ്പെക്ടറിനെ കണ്ടിട്ടുണ്ട്. പക്ഷേ വേറെ പുതിയ പിള്ളേരാണ് മൊത്തം. മോനെ ലൂസിഫറിൻ്റെ പിള്ളേർ അടിച്ചിരിക്കുന്നു. സ്പാട്ടോട് തൊട്ടപ്പുറത്തുള്ളവരാണല്ലോ. അതെ മോനെ ചെറിയ അടി. ലൂസിഫർ ബ്രൂസോട് വേണ്ടിയിരിക്കുന്നു. ബ്രൂസിൻ്റെ കില്ല് കൺഫേം ശ്രമം. വെനത്തിൻ്റെ അടുത്തേക്ക് ഏതാ പോകുന്നു. വെനത്തിൻ്റെ അടുത്ത് പോകുന്നുണ്ട്. പക്ഷേ ബ്രൂസ് പറഞ്ഞു കൊടുക്കുന്നു ഇവിടെ ആരൊക്കെ ഉണ്ടെന്ന്. മോനെ സ്പാർട്ട ബ്രൂസിനെ തീർത്തുണ്ട്. ഇനി ലൂസിഫർ മാത്രം. എന്ത് ചെയ്യും? ഒറ്റയാൾ പോരാട്ടമാണോ? ഒറ്റയ്ക്കാണോ? അതെ ഒറ്റയ്ക്കാണ്. വെനത്തിൻ്റെ അടുത്തേക്ക് അതെല്ലാവരും വരുന്നു. അത് സ്മോക്ക് കറിയുന്നുണ്ട് വാരി. മോനെ പോളിക്കളി. വെനത്തിന് അങ്ങനെ പെട്ടിയാക്കി വിട്ടു. പക്ഷേ ഈ സോൺ വന്നിട്ടുണ്ട്. എല്ലാവരും സോണിനകത്ത് കയറേണ്ടതാണ്. ലൂസിഫറിൻ്റെ പിള്ളേരും അങ്ങനെ തീർന്നിരിക്കുന്നു. ഇനി വെറും 17 ടീമും 50 പേരും മാത്രമാണുള്ളത്. സോ ഗൈസ് ഇനി നോക്കാം. ബൈറ്റിൻ്റെ പിള്ളേർ നൈസായിട്ട് അവർ സ്പോട്ട് ചെയ്തു. റീപ്പർ തീർന്നു. റെവനൻ്റ് റീപ്പറിനെ നമ്മുടെ TSSൻ്റെ പിള്ളേർ തീർത്തു. ഇവിടെ ചെറിയൊരു പോരാട്ടമൊക്കെ നടക്കണ സ്പാർട്ടർ പിള്ളേർ അപ്പുറത്തുണ്ട്. സ്പാർട്ടർ പിള്ളേർ വെയിറ്റ് ചെയ്ത് നിൽക്കണം നമ്മുടെ ബൈറ്റിൻ്റെ പിള്ളേർ. മോനെ LMX അടുത്തായിട്ട് തുടങ്ങിയിരിക്കുന്നു. LMXൻ്റെ അടുത്ത് LMX അവിടെ അടുത്തടി തുടങ്ങി വെച്ചിട്ടുണ്ട്. ആരാണ് ഇത്തവണ തരാൻ നമുക്ക് കണ്ടറിയാം. അത് ബോസ്കോൻ്റെ പിള്ളേരാണ്. ബോസ്കോ ആരൊക്കെ വീണിട്ടുണ്ട്? നമുക്ക് അവിടെ പോയി നോക്കാം. ബോസ്കോ ABD വീണിട്ടുണ്ട്. ABD വീണിരിക്കുന്നു. ABD ഇത് റെവ് എടുക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴേക്ക് LMX ബീറസ് വരുന്നു. മോനെ LMX നേടുന്ന വണ്ടി കൊണ്ട് ഇടിച്ചിട്ടിരിക്കുന്നു. മോനെ ബോസ്കോ പോപ്സിനെ മോനെ അടുത്തടി. പക്ഷേ ബോസ്കോ ടീമിനെ മൊത്തത്തിൽ LMXനെ വൈപ്പ് ചെയ്തിട്ടുണ്ട്. വിഷയം മോനെ CID കൊണ്ടുപോകും. മോനെ ഇന്ന് LMX എന്താ പറയുക തലയ്ക്ക് പ്രാന്ത് പിടിച്ച മൂട്ടിൽ തീ പിടിച്ചവർ നടക്കുന്നുണ്ട്. കാരണം അടുത്തടി താഴെ നടക്കുന്നത് കോസ്മിക്കിൻ്റെ പിള്ളേരും സ്പാർട്ടൻ്റെ പിള്ളേരാണോ? അല്ല നമ്മുടെ SPയുടെ പിള്ളേരായിട്ട് ചെറിയ അടി നടക്കുന്നത്. സ്പാർട്ടൻ്റെ പിള്ളേരുടെ റേസിൻ്റെ പിള്ളേർ അടിച്ചിട്ടുണ്ട്. റേസിൻ്റെ പിള്ളേർ എന്താണ് ചെയ്യുന്നത്? റേസ് മോനെ എററിൻ്റെ പിള്ളേർ അത് നമ്മുടെ എക്സോഡസിനെ അടിച്ചിടാൻ നോക്കി. പക്ഷേ നടന്നില്ല. നമുക്ക് റേസിൻ്റെ പിള്ളേരോട് ആരൊക്കെ അടിക്കുന്നുണ്ടല്ലോ? DX അടി തുടങ്ങിയ. പക്ഷേ മൊത്തത്തിൽ പ്രശ്നമാണല്ലോ. കൺഫ്യൂഷനാണ്. LMX അവിടെ പിന്നെ നേടിനടിക്കാൻ പോയി. LMX മൊത്തം കൺട്രോൾ മാറിക്കിടുക. TS ഇവിടെ ഒന്നും ചെയ്യണില്ല. LMXൻ്റെ അടുത്ത് LMX സൈക്കോ വേണ്ടിട്ടുണ്ടല്ലോ. ഇനി അവിടെ ആരാണുള്ളത്?
LMX സൈക്കോ വീണിരിക്കുന്നു. ഇനി അവർ 47 DX ഒറ്റയ്ക്കാണ്. ഇമ്മോർട്ടൽ അടിച്ച് പെട്ടി DX 47 DX ഓടിപ്പോവാണ്. LMX ഇവിടെ തീർന്നുണ്ട്. CIDനെ കാണിക്കാം. CID എവിടെയാണ്? CID എവിടെയുണ്ട്? ഇവിടെ എവിടെയുണ്ട്? അതെ, CID ഉണ്ട്. CID ഒറ്റയ്ക്കാണ്. CID എടുത്ത് ഒരു മനുഷ്യനില്ല. അത് അടുത്തടി സ്പാട്ട റേസിന്റെ പിള്ളേർ അടിച്ചു. സ്പാട്ട ഫ്രീ കൂടെ വീണിട്ടുണ്ട്. പക്ഷെ റേസിന്റെ പിള്ളേർ എവിടെ? റേസ് സോണിൽ മോനെ പൊള്ളിയാടി. സോണിന്റെ പിള്ളേർ സ്പാട്ട ജേക്കറെ കില്ല് കൺഫേം ആയിരിക്കും. സ്പാട്ടിലിന്റെ റേസിന്റെ രണ്ടുപേര് തീർന്നുണ്ട്. പക്ഷെ അവിടെ സ്പാട്ടയുടെ പിള്ളേരെ മൊത്തത്തിൽ നോക്കാക്കി. ഇനി ആകെ ആരാണുള്ളത്? സ്പാട്ട കേടി മാത്രം. സ്പാട്ട കേടി എന്ത് ചെയ്യും? സ്പാട്ട കേടി അവിടെ റെവ് എടുക്കാണ്. പുറമേ നിന്ന് ആരാണ്? ബൈറ്റിൻ്റെ പിള്ളേർ ദൂരെ നിന്ന് അടിച്ചിട്ടിരിക്കുന്നു. പൊള്ളി. സ്പാട്ടയുടെ പിള്ളേർ മൊത്തത്തിൽ സാൻഡ്വിച്ചാണ്. കാരണം റേസിൻ്റെ പിള്ളേർ ഒരു സൈഡിൽ, അതുപോലെ തന്നെ മുമ്പിൽ ബൈറ്റും പിന്നിൽ റേസും. ചെകുത്താൻ്റെയും കടലിൻ്റെയും നടുവിലാണ്. തൊട്ടപ്പുറത്ത് ഡെഡിൻ്റെ പിള്ളേരുണ്ട്. അത് നെയ്ഡുകൾ വാരി വരുന്നു. സ്മോക്കാണോ അത് പറഞ്ഞേ? മോനെ റേസ് ബൂഗിരെടുത്തേക്ക് ഒരു പുഷല്ല വരുന്നു. പുള്ളിരെടുത്തേക്ക് സർവൈന് വരുന്നുണ്ട് നമ്മുടെ സ്പാട്ട കേടി. അത് സ്പാട്ട കേടി ഓടി വരുന്നു. സ്പാട്ട കേടി നമ്മുടെ അടിച്ചിടും. റേസ് ബൂഗി അടിച്ചിടുന്നു. ബൂഗി അടിച്ചിട്ടു. മോനെ ഫ്രീക്ക് ഓടിണ്ട്. ഫ്രീക്കഥ കണ്ടുപിടിച്ചു. ഫ്രീക്കഥ നമ്മുടെ ബൂഗിനടിക്കാൻ വരുന്നു. പക്ഷേ അപ്പോഴേക്കും റേസിൻ്റെ പിള്ളേർ ബൂഗിനടിക്കാൻ സമ്മതിച്ചില്ല. അതിന് അപ്പുറത്ത് അടിച്ചു. ഇനി ബൈറ്റിൻ്റെ പിള്ളേരുണ്ട്. ബൈറ്റിൻ്റെ പിള്ളേർ റേസിൻ്റെ പിള്ളേരെ കണ്ടിട്ടുണ്ട്. റേസിൻ്റെ പിള്ളേർ അത് സ്നൈപ്പ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നു. അല്ല, ബൈറ്റിൻ്റെ പിള്ളേർ സ്നൈപ്പ് ചെയ്യാൻ നിൽക്കുന്നു റേസിൻ്റെ പിള്ളേർ അടിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ എന്തെങ്കിലും ഉണ്ടാവോ? സ്മോക്കൊക്കെ വരുന്നുണ്ട്. ഇവിടെ ആരൊക്കെയോ ഉണ്ടോ എന്നുള്ള പേടി കൊണ്ടായിരിക്കും. അത് അടുത്തടി വരുന്നു. മോനെ ബൈറ്റിൻ്റെ സ്പെക്ടർ നമ്മുടെ ബൂഗിനടിച്ച് നോക്കാക്കി നോക്കി. പക്ഷെ നടന്നില്ല. കിടന്നടിക്കുന്നു. പക്ഷേ ഒരു ബുള്ളറ്റ് പോലും മരിക്ക് കൊടുക്കുന്നില്ല. കാരണം പുള്ളി അവിടെ ഇല്ല. നോക്കാം. ജഗർനട്ട് CIDയുടെ പിള്ളേരും TSൻ്റെ പിള്ളേരും ചെറിയൊരു ഫൈറ്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. നമുക്ക് നോക്കാം. TSൻ്റെ പിള്ളേരോടെ ഇതുവരെ ടീം കില്ലൊന്നും ഇല്ലെന്ന് തോന്നുന്നുണ്ട്. TSൻ്റെ പിള്ളേർ ഉണ്ട്. ഒരു സ്ക്വാഡിനെ വൈപ്പ് ചെയ്തിട്ടുണ്ട്. അതെ, ZRXൻ്റെ പിള്ളേർ ടീമിനെ വൈപ്പ് ചെയ്ത് TS ഉണ്ട്. TSന് ഇപ്പോൾ ടീം കിൽ 3 കൂടി ഉണ്ട്. പക്ഷേ നമ്മുടെ CID പിള്ളേർ അവിടെ ഉണ്ട്. ഇന്നലെ ഉണ്ടായതൊരു CID പിള്ളേർ പുഷ് ചെയ്തപ്പോൾ TSൻ്റെ പിള്ളേർ അടിച്ച് ഒരൊറ്റ സ്പ്രേയിൽ 4 പെട്ടികളാക്കുകയാണ് ചെയ്ത്. ഇന്നും അതുപോലെ ഉണ്ടാവുന്നു ഇല്ല നമുക്ക് കണ്ടറിയാം. എവിടെ TSS? മോനെ TSൻ്റെ പിള്ളേരുടെ അടുത്തേക്ക് CIDയുടെ പിള്ളേർ പോകുന്നുണ്ട്. അതോ എന്താ അറിയില്ല, അവർ പേടിച്ചിട്ടാണ് അങ്ങോട്ട് പോകുന്നില്ല. മോനെ നമുക്ക് നമ്മുടെ ഇവിടേക്ക് SPയുടെ അടുത്ത് SPയുടെ പൊരിഞ്ഞിട്ടാണ്. അതേ വീണിരിക്കുന്നു. കോസ്മിക് ഉണ്ട്, ഓൾ സ്റ്റാർസ് ഉണ്ട്, SP ഉണ്ട്, അതുപോലെ തന്നെ മോർഫിയസ് കോമിക് ആരെയും അടിച്ചിരിക്കുന്നു. ലിയോ കോമിക് അവിടെ. മോനെ SPയുടെ രണ്ടുപേരും എററിൻ്റെ പിള്ളേർ 47 അടിച്ചു. ഷൂ, പുള്ളി ഒറ്റയ്ക്കായിരുന്നു. അതുകൊണ്ട് എന്തായാലും അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. ഇനി മോനെ ഇവിടെ ആരൊക്കെയാണ്? സോജൻ നോക്കാണോ? സോജൻ നോക്കണം. അതെ, സോജൻ നോക്കാണ്. ഇനി ആരാണ് ഇവിടെ? SP ഏതേ മോനെ SP3 റെവ് എടുക്കാൻ വരുന്നു. ഷാജി ഏട്ടനായിട്ട് വരുന്നു. മോനെ ഷാജി ഏട്ടൻ റെവ് എടുക്കാൻ പറ്റുമോ? അത് അടിച്ചിടുമോ? മോനെ അടിച്ചിട്ടു. പുള്ളിനെ അപ്പം തന്നെ അവിടെ നിന്ന് കോമിക്കിൻ്റെ പിള്ളേർ അടിച്ച് സ്പ്രേ ചെയ്തിട്ടുണ്ട്. ഇനി കോമിക്കിൻ്റെ അടുത്ത പുള്ളിനെ തീർക്കോ? ഇനി ആരാണുള്ളത്? SP ആരൊക്കെ ഉണ്ട്? ഹിറ്റ്മാനോടെ നമ്മുടെ MK47 എടുത്ത് സ്നൈപ്പ് ചെയ്യാനുള്ള ശ്രമമാണ്. പക്ഷേ കോമിക്കിൻ്റെ പിള്ളേരുണ്ട്. പക്ഷേ കോമിക്കിൻ്റെ തൊട്ട് പിന്നിൽ ഓൾ സ്റ്റാർസിൻ്റെ പിള്ളേരുണ്ട്. ഓൾ സ്റ്റാറിൻ്റെ പിള്ളേർ എന്ത് ചെയ്യുന്നു കണ്ടറിയാം. ഓൾ സ്റ്റാറിൻ്റെ പിള്ളേർ BCയുടെ അടുത്തേക്ക് നോക്കുന്നു. പോകുക. ഒരു മിനിറ്റ്, ഇവിടെ ചെറിയൊരു ഫൈറ്റ് വെക്കാൻ ചാൻസ് ഉണ്ട്. മോനെ അടുത്തടി മോളിൽ നിന്നും. അത് മോനെ ഓൾ സ്റ്റാർസിൻ്റെ പിള്ളേർ കോമിക്കിൻ്റെ പിള്ളേർ അടിക്കുന്നു. അത് സ്പ്രേ ചെയ്തിട്ടുള്ള ശ്രമം. പക്ഷെ ഒരു ബുള്ളറ്റ് പോലും കൊണ്ടില്ല. ബുള്ളറ്റ് കൊള്ളുന്നില്ല. ബുള്ളറ്റ് എങ്ങോട്ടാണ് പോകുന്നത്? എറർ ജീവനോടെ ഉണ്ട്. എറർ 4 പേര്, 2 പേരും കൂടി ഉണ്ട്. എറർ 2 പേരുണ്ട്. അവരെന്തായാലും അടിച്ചിട്ട് മോനെ CID അവിടെ ചെറിയൊരു അടി എടുക്കുന്നുണ്ട്. CID ഞാൻ പറഞ്ഞ അവർ പോയി വയൽ ചാടിയുണ്ട്. CID ഓൾറെഡി 3 പേര് നോക്കണം. ഇനി ഒരാൾ മാത്രമുള്ളൂ. ഒരാൾ മോനെ TSS CIDനെ മൊത്തത്തിൽ വൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇന്നലത്തെ പോലെയും ഇന്നും വൈപ്പ് ചെയ്തിട്ടിരിക്കുന്നു. നമുക്ക് ബൈറ്റിൻ്റെ അടുത്തേക്ക് പോകാം. ബൈറ്റിൻ്റെ പിള്ളേർ എന്താണ് ചെയ്യുന്നത്? ബൈറ്റ് ഇവിടെ ഒരു കുഴപ്പമില്ല. നമുക്ക് ടീം VSOPയുടെ അടുത്ത് ഫൈറ്റ് എടുക്കാൻ ചാൻസ് ഉണ്ട്. വനത്തിൻ്റെ പിള്ളേർ ഇവിടെ ഫൈറ്റ് എടുക്കുന്നു. ഓൾ സ്റ്റാറിൻ്റെ പിള്ളേർ ഇവിടെ ഫൈറ്റ് എടുക്കുന്നുണ്ട്. അതെ, വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നു. നമ്മുടെ സ്വന്തം ആരാണ് പോകുന്നത്? ബൈറ്റിൻ്റെ പിള്ളേർ വണ്ടി ഓടിച്ച ആൾക്കാരെ രക്ഷ പോകുന്നു. പക്ഷേ അവിടെ നമ്മുടെ ഈ വനത്തിൻ്റെ പിള്ളേർ ഒരു അടി പോലും വെക്കാതെ ആളൊന്നും മനസ്സിലാക്കില്ല. ബൈറ്റിൻ്റെ പിള്ളേർ അടിക്കാൻ നമ്മുടെ AK സ്പ്രേ നമ്മുടെ വനം ജോഷ് ശ്രമിക്കുന്നു. പക്ഷേ അവിടെ ആരുമില്ല. നമുക്ക് നോക്കാം അടുത്ത അടിയെ എവിടെയാണ് നടക്കാൻ ചാൻസ് ഉള്ളത്. എല്ലാവരും സോണിലേക്ക് വരികയാണ്. മോനെ അബ്ബൈ നേരെ ഓടിക്കയറി നമ്മുടെ LMXൻ്റെ വായൊക്കെയാണ്. TSS അവിടെ ചെറുതായിട്ടൊന്നും ഒരു വൈപ്പ്. സോറി ബ്രോ, വൈപ്പ് കാണിക്കാൻ ആരും ഉണ്ടായിരുന്നു. പക്ഷേ അവരവിടെ ആ വൈപ്പ് കംപ്ലീറ്റ് ചെയ്ത് വിട്ടു. പക്ഷേ അവർ നോക്കാം. ഹിറ്റ്മാൻ ഒറ്റയ്ക്കാണോ? TSSനെ അവിടെ ഒറ്റയ്ക്കല്ല ആ ഭാഗത്ത്. അതെ, TSS LMXും DXSും അവർ എന്നും നേരിട്ട് മുട്ടിയാലും ആരെങ്കിലും ഒരാൾ മരിക്കാറുണ്ട്. അതെ, എന്തായാലും മരിക്കണമല്ലോ. TSS അച്ഛനവിടെ നിന്ന് ഫുഡ് ഇതൊക്കെ വെച്ചു.
TSS ഇത് എവിടെ ഉണ്ട് മോനെ? അവിടെ പോയി അടി മോനെ. LMXന്റെ പിള്ളേർ LMX അടിച്ചിരിക്കുന്നു TSSനെ മോനെ. LMXും TSSും അടുത്തടി എന്നും നമുക്ക് സ്ഥിരമായി എന്നും ഒരു കിടുക്കാച്ചി ഫൈറ്റ് LMXന്റെ പിള്ളേരും TSSന്റെ പിള്ളേരും കാഴ്ചവെക്കാറുണ്ട്. അവരെന്നും നേരിട്ട് ഏറ്റുമുട്ടി ആരെങ്കിലുമൊക്കെ മിക്കവാറും ഒന്നില്ലെങ്കിൽ TSS അല്ലെങ്കിൽ LMX രണ്ടുപേരും കട്ടയ്ക്കാണ് നിൽക്കാറ് മോനെ. TSS ആരാണ്? ബെക്കാടിയും ഫേസും സൈഡിലൂടെ കയറി പോകുന്നുണ്ട്. LMXന്റെ രീതിക്കുള്ള ഫ്ലാങ്കാണോ വരുന്നത് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. അവിടെ ആരുമില്ല. TSSന്റെ പിള്ളേർ വിട്ടിരിക്കുന്നു. വേറെ ലെവല്. അവിടെ ആരുമില്ല ബ്രോ. അവർ നൈസായിട്ട് മുങ്ങി അവിടുന്ന്. അവരവിടുന്ന് ഫ്ലാങ്കുമായി പോലെ. സോൺ അഡ്വാൻറ്റേജ് ആർക്കുമില്ല. സോണിൻ്റെ അഡ്വാൻറ്റേജ് ആകെ എക്സോഡസിനും VSOPക്കും ബൈറ്റിന് വിളിക്കും വരുന്നു. പക്ഷേ ഇപ്പോഴും 38 പേര് മാത്രമാണ് ഉള്ളത്. 38 പേർ 12 സ്ക്വാഡ് ഈ ചെറിയ സോൺ. നമുക്ക് കണ്ടറിയണം എന്താണ് ഈ സോണിന് സംഭവിക്കാൻ പോയിരിക്കുന്നത്. പിന്നെ ഓൾ സ്റ്റാറിൻ്റെ പിള്ളേർ ഇവിടെ ഉണ്ട്. ഓൾ സ്റ്റാറിൻ്റെ പക്ഷേ ഹിറ്റ്മാൻ മുകളിലുണ്ട്. ഹിറ്റ്മാനോട് ഒറ്റയ്ക്കാണ്. ഹിറ്റ്മാൻ ഇവിടെ കട്ടപ്പാമ്പ്. ഈശ്വര പുല്ല്. വിഗന്തയിൽ സാധാരണ പാമ്പുകളെ കാണാൻ ഒത്തിരി പാടാം. പക്ഷേ ഇങ്ങനത്തെ പുല്ലുള്ളടത്ത് പാമ്പുകളുണ്ടാവും മോനെ. അവിടെ BC ഡ്രാഗൺ ഉണ്ട്. BC ഡ്രാഗൺ ഒറ്റയാൾ പോരായിട്ടാണ്. അവിടെ കോമിക് ബൈറ്റ് അങ്ങനെ ഫുൾ പിള്ളേർ മോനെ. സോണിൻ്റെ അഡ്വാൻറ്റേജ് എല്ലാവരും സോണിലേക്കാണ് പോകുന്നത് മോനെ. കോമിക്കിൻ്റെ പിള്ളേരും ബൈറ്റിൻ്റെ പിള്ളേരും വേറെ ലെവല്. കോമിക്കിൻ്റെ പിള്ളേരും ബൈറ്റിൻ്റെ ലെവലും അതേ വരുന്നു. കോമിക്കിൻ്റെ പിള്ളേർ പുഷ് ചെയ്യാൻ പോകുന്നു മോനെ. അടിച്ചാനുള്ള ശ്രമം. പക്ഷേ കോമിക് ആരാണ്? മോർഫിയസ് ആണോ? ആരാണ് ആള്? പറയും മോർഫിയസ് കോമിക്കിന് പണിയിട്ടിരിക്കുന്നു മോനെ. അടുത്തടി വേറെ ലെവൽ. ഇതേ പിള്ളേർ ഇവിടേക്ക് വരുന്നുണ്ട് കുറേ. LMXന്റെ പിള്ളേർ അടി തുടങ്ങി മക്കളെ. TSS തീർന്നോ? LMXന്റെ പിള്ളേർ മൊത്തത്തിൽ വൈപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇന്ന്. TSSന്റെ പിള്ളേർ TSS ഇന്ന് പൊളിയാണല്ലോ. വേറെ ലെവല് കളിയാണ് മോനെ. ആ പൊളി കോട്ട് ഫിഷിനെ അടിച്ചിട്ടിരിക്കുന്നു. ഇവിടെ ബൈറ്റിൻ്റെ പിള്ളേർ സൈഡിൽ നിന്നിരുന്ന് കോമിക്കിൻ്റെ പിള്ളേർ അറിയില്ല. കോമിക് ലിയാതെ മുകളിലേക്ക് അടിക്കുന്നു മോനെ. പൊളിയാ മുകളിലേക്ക് നമ്മുടെ ബൈറ്റിൻ്റെ പിള്ളേരും അടിച്ചിരുന്നു. ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകൾ വീഴുന്നുണ്ട്. പക്ഷേ ഈ നോക്കിൽ അവസാനത്തെ നോക്ക് ആരിടുമെന്ന് നമുക്ക് കണ്ടറിയാം. ബൈറ്റിൻ്റെ സ്പെക്ടർ ഉള്ളിലാണ്. ബൈറ്റിൻ്റെ സ്പെക്ടർ ആളന്വേഷിച്ച് നോക്ക്. കോമിക്കിനടിക്കാൻ വേണ്ടി നമ്മുടെ ബൈറ്റിൻ്റെ സ്പെക്ടർ വരുന്നു. ബൈറ്റിൻ്റെ സ്പെക്ടർ അപ്പോഴേക്ക് ലൂട്ടുന്നുണ്ട്. ബ്രോ എന്താണ് ലൂട്ടൊന്നും ചെയ്യല്ലേ? ഇപ്പോൾ പോയി അടിക്കാൻ നോക്ക്. മുകളിൽ ബൈറ്റ് ക്രിമിനൽ കോമിക് കോട്ട് ഫിഷിനെ അടിച്ചിട്ടുണ്ട്. അപ്പുറത്തെ വണ്ടിയെ കൊണ്ട് മോനെ നമ്മുടെ ഈ RTX ആണ് അല്ല ഓൾ സ്റ്റാറിൻ്റെ പിള്ളേർ അവിടെ നിൽക്കുന്നുണ്ട്. താഴെ കോമിക്കിൻ്റെ പിള്ളേർ വൈപ്പായി മൊത്തത്തിൽ. കോമിക്കിൻ്റെ പിള്ളേർ വൈപ്പ് നമ്മുടെ മോനെ. ബൈറ്റ് സ്പെക്ടർ HMF അബേനെ വിട്ടിരിക്കുന്നു. HMF അബേ അവിടെ വീണ്ടുണ്ട്. റവ് എടുക്കാതിരിക്കും. എന്തായാലും റവ് എടുക്കാൻ പോകുന്നുണ്ട് മോനെ. ബൈറ്റിൻ്റെ പിള്ളേർ അവിടെ നിന്ന് തിരിച്ച് സ്പ്രേ ചെയ്യുന്നു. അടിപൊളി അറിഞ്ഞും പൊറിഞ്ഞ സ്പ്രേ ഒക്കെ വരുന്നുണ്ട്. പക്ഷേ നെയ്ഡുകൾ മോനെ കിടക്കാച്ച് നെയ്ഡ് സ്നൈപ്പർ കോഡിന് വന്നിരിക്കുന്നു. എന്തേയും ആ നെയ്ഡിലല്ല സ്മോക്കായിരുന്നു. പക്ഷേ HC വൈപ്പർ അത് ചാടി മോനെ നെഞ്ചും നിവർത്തിക്കൊണ്ട് നടുവിലൂടെ ഓടി വരുന്നു. അത് അവർ നെയ്ഡ് അതിൻ്റെ ഉള്ളിൽ കയറിയാൻ നോക്കുന്നുണ്ട്. ആ നെയ്ഡിൽ ആരെങ്കിലും വീഴോ ഇല്ലെന്ന് കണ്ടറിയാം മോനെ. പൊള്ളി ഇതേ ബൈറ്റിൻ്റെ പിള്ളേർ സൈഡ് നൈസായിട്ട് പുറത്തേക്ക് ചാടി നടിച്ചിട്ടുണ്ട്. ബൈറ്റ് സ്പെക്ടർ വീഴോ ഇല്ലേ? ബൈറ്റ് സ്പെക്ടർ വീണു. ജസ്റ്റിന് വീണിരിക്കുന്നു. ബൈറ്റ് സ്പെക്ടർ വീണ്ടതും കില്ല് കൺഫേം ചെയ്തും ഒരുമിച്ചായിരുന്നു. ഇനി ബൈറ്റിൻ്റെ ഗോസ്റ്റ് ഇപ്പോൾ വീഴോ ഇല്ല നമുക്ക് കണ്ടറിയാം. ബൈറ്റിൻ്റെ ആകെ 2 പേർ മാത്രം. പക്ഷേ മുട്ടം പണി ഒരു സോണാണ്. സോൺ വന്നിട്ടുണ്ട്. ഈ സോണിൽ ആരൊക്കെ വീഴും? ബൈറ്റ് ഇമ്പോസ്റ്റർ വീണിരിക്കുന്നു. ബൈറ്റിന് ആരൊക്കെ ഉണ്ട്? ക്രിമിനലും ഉണ്ട്. ഗോസ്റ്റ് ഓപ്പി ഉണ്ട്. പൊള്ളി. എല്ലാവരും സോണിലേക്ക് കയറണം മക്കളെ. മോനെ സോൺ ജസ്റ്റ് മിസ് ചെയ്ത് താഴെ ഒരു നെയ്ഡോ ഇല്ല. ബൈറ്റ് ഇമ്പോസ്റ്റർ അത് വീണ്ടിരിക്കുന്നു. ബൈറ്റ് ഇമ്പോസ്റ്റർ റവ് എടുക്കുന്നുണ്ട്. ബൈറ്റ് ക്രിമിനൽ അത് അടിക്കാൻ നോക്കുന്നു. ASD നമ്മുടെ ആരാണ്? മാക്സേഷൻ അടിക്കാൻ നമ്മുടെ ബൈറ്റിൻ്റെ പിള്ളേർ നോക്കുന്നുണ്ട്. പക്ഷെ നടന്നില്ല. പക്ഷേ ബൈറ്റ് ഇവിടെ എല്ലാം റവ് എടുക്കുന്നു. അതൊരു നെയ്ഡ് കുക്ക് ചെയ്ത് പിടിച്ചുകൊണ്ട് ബൈറ്റ് ക്രിമിനലിന് കൊടുക്കാൻ വേണ്ടി സ്നൈപ്പർ ഗോഡ്. പക്ഷേ ആ നെയ്ഡ് അവിടെ എത്തി പൊട്ടുമ്പോഴേക്കും ബൈറ്റ് ക്രിമിനൽ അവിടെ ഇല്ല. പുള്ളി അവിടെ ചാടിപ്പോയി. ബൈറ്റ് ഗോസ്റ്റ് ഓപ്പ് ചെയ്ത് ചാടിയിട്ടുണ്ട്. ബൈറ്റ് ഗോസ്റ്റ് ഓപ്പ് ചെയ്ത് താഴേക്ക് വരുന്നു. എല്ലാവരും താഴേക്ക് വരുന്നുണ്ട്. നമുക്കറിയാം ഇവിടെ എന്ത് നടക്കുമെന്ന് കണ്ടറിയണം മോനെ. മൊളട്ടോകൾ വാരി എറിയുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. ബൈറ്റിൻ്റെ HC വൈപ്പർ അത് ഒരു മോൾട്ടോ കൂടി എടുത്തെറിയുന്നു. ആ മോൾട്ടോ വീണിട്ട് വലിയ കാര്യമുണ്ടോ എന്ന് നമുക്ക് കണ്ടറിയാം. അവിടെ ആരുമില്ല. അതേ പൊളി. അവിടെ എററിൻ്റെ പിള്ളേർ ആരും ഇട്ട് അടിക്കുന്നുണ്ട്. ചേടാ ആടി നമുക്ക് മിസ് ചെയ്ത് നോക്കാം. അങ്ങോട്ട് പോകാം മോനെ. ബൈറ്റ് താഴേക്ക് കിടക്കാച്ച് ഒരു മുളട്ട് പറഞ്ഞു. പക്ഷേ മോനെ അടുത്തടി ചാടി അടിക്കുന്നു. ചാടി മോനെ ബൈറ്റ് വൈപ്പർ അത് തീയിൽ നിന്ന് അടിക്കുന്നു മോനെ. മാക്സ് അടിക്കുന്നു. ക്രിമിനൽ കിടന്നടിക്കാൻ നോക്കി. പക്ഷേ വീണുപോയി. ബൈറ്റിൻ്റെ മുകളിൽ ഗോസ്റ്റ് ഓപ്പി ഉണ്ട്. ഗോസ്റ്റ് ഓപ്പി റവ് എടുത്തോണ്ടിരിക്കുകയാണ്. റവ് എടുക്കില്ല നമുക്ക് കണ്ടറിയാം. മുകളിലേക്ക് ഒരു മുളട്ടോ വരുമോ? മുകളിൽ 4 vs 2 ക്ലച്ച് കാണാൻ പറ്റുമോ മോനെ? റവ് എടുത്തോണ്ടിരിക്കുകയാണ്. അത് ചാടി വരാൻ ചാൻസ് ഉണ്ട്. ചാടി വരും മോനെ. ഒരു മൊളട്ടോവൊക്കെ എടുത്തോണ്ട് ആരൊക്കെ വരുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. അതേ മൊളട്ടോകൾ വരുന്നു. നെയ്ഡുകൾ വരുന്നു. അത് നെയ്ഡ് ഒരെണ്ണം എടുത്തെറിയുന്നു. താഴേക്ക് ബൈറ്റിൻ്റെ ഗോസ്റ്റ് ഓപ്പി ഒരു നെയ്ഡൊക്കെ എടുത്തെറിയുന്നുണ്ട്. പക്ഷേ ബൈറ്റ് ഗോസ്റ്റ് ഓപ്പി അതിൽ വീണു മോനെ. പൊള്ളി. വേറെ ലെവൽ. എന്തുണ്ടായി അവിടെ ടാങ്ക് പൊട്ടിയാന്ന് തോന്നിട്ട് തീർന്നെല്ലാം കൂടി. പുള്ളി എററിൻ്റെ പിള്ളേർ അപ്പുറത്ത് എറർ മോനെ. എക്സോഡസിൻ്റെ പിള്ളേർ അടിക്കുന്നു. ആരാണ് അടിക്കുന്നത്? TSSൻ്റെ പിള്ളേർ ബ്ലാക്ക് ഔട്ട് അടിച്ചിരിക്കുന്നു. വേറെ ലെവൽ. എക്സോഡസ് ബ്ലാക്ക് ഔട്ടോട് വീണ്ടിരിക്കുന്നു മോനെ. TSS ഫേസ് അവിടെ
മോനെ പൊളി. അടുത്ത ആൾ വീണിട്ടുണ്ട് മോനെ. ഫേസ് നിന്ന് മാരക ഫോമിലാന്ന് തോന്നുന്നുണ്ട്. അവിടെ ഓൾറെഡി 2 നോക്കുന്നുണ്ട്. എക്സോഡസ് സൈക്കോ ഉണ്ട്, ഡ്രാഗൺ ഉണ്ട്. രണ്ടുപേരും എന്ത് ചെയ്യുന്നു കണ്ടറിയണം, എന്ത് ചെയ്യുമെന്ന്. എററിൻ്റെ പിള്ളേരൊക്കെ ഉണ്ട്. എററിൻ്റെ പിള്ളേർ ഉണ്ട് 3 കിലോ ഉണ്ട്. എന്താണ് അവിടെ നടക്കുന്നത് പറയൂ മോനെ. HC വൈപ്പർ അവിടെ വീണിട്ടുണ്ടല്ലോ. ആരെ വീഴ്ത്തി? എററിൻ്റെ പിള്ളേരാണ്. എററിൻ്റെ പിള്ളേർ അവിടെ നമ്മുടെ ഓൾ സ്റ്റാറിൻ്റെ പിള്ളേർ അടിക്കാൻ നോക്കുന്നു. അവിടെ എററിൻ്റെ പിള്ളേർ ഓൾ സ്റ്റാറിൻ്റെ പിള്ളേർ അടിക്കുന്നു. താഴെ എക്സോഡസിൻ്റെ പിള്ളേർ TSൻ്റെ പിള്ളേരും അടിക്കുന്നു. മോനെ മൊത്തം പൊളി. TS വൈസ് അടുത്ത ബ്ലാക്ക് ഔട്ടിനെ ഫിനിഷ് ചെയ്തിരിക്കുന്നു. പൊളി. അവിടെയും മടി, മോളിലടി, താഴെയും മടി, എല്ലായിടത്തും മടി, പൊരിഞ്ഞടി. ഇനി ആരുണ്ട് ഇവിടെ? മോനെ റവ് ഇല്ല, റവ് ആയിട്ടില്ല. എക്സോഡസ് മോർട്ടലിനെ തൊടാൻ പോലും പറ്റാതാണ് സൈക്കോ ഇരിക്കുന്നത്. സൈക്കോ എന്ത് ചെയ്യും? സൈക്കോ നിസ്സഹായാവസ്ഥയിലാണ്. വനത്തിൻ്റെ അവിടെ ചെറിയ പൊരി അടി നടക്കുന്നത്. BC ഡ്രാഗൺ അടിക്കാൻ. BCയുടെ ഡ്രാഗൺ ഒറ്റയ്ക്കാണ്. BC ഡ്രാഗണും തീർത്തിട്ടുണ്ട്. ഈ വനത്തിൻ്റെ പിള്ളേർ ചുമ്മാ ചില്ലായിട്ട് വരുന്നുണ്ട്. മോനെ അടുത്തടി ഓൾ സ്റ്റാറിൻ്റെ പിള്ളേർ, എററിൻ്റെ പിള്ളേർ ചാടി അടിക്കുന്നു വനത്തിൻ്റെ അടുത്തേക്ക്. വനത്തിൻ്റെ അടുത്ത് വരുന്നു. മോനെ വീണിരിക്കുന്നു. പിന്നിലൂടെ അടിക്കാൻ വെനം ജോഷ് അടിക്കാൻ നോക്കുന്നു. വെനം ജോഷ് വീണില്ല. വെനം ജോഷിനെ അടിക്കാൻ, പക്ഷേ പിന്നിൽ നിന്ന് വെനം RJ45 അടിച്ചിരിക്കുന്നു. പക്ഷേ അപ്പോഴേക്കും എററിൻ്റെ പിള്ളേർ അവിടെ നിന്ന് വേറെ അടി കിട്ടിയല്ലോ. ഇവിടെ മൊത്തത്തിൽ എനിക്ക് സ്പെക്ക് ഇച്ചിരി ബുദ്ധിമുട്ട് വരുന്നുണ്ട്. കാരണം എററിൻ്റെ പിള്ളേർ മൊത്തം വൈപ്പായി. അതാണ് സംഭവിച്ചത്. മോനെ വനത്തിൻ്റെ പിള്ളേർ നമ്മുടെ ഓൾ സ്റ്റാറിൻ്റെ പിള്ളേർ അടിക്കാൻ നോക്കുന്നുണ്ട്. സ്നൈപ്പർ കൂടെ അവിടെ വീണിട്ടുണ്ട്. ഇനി അവിടെ പക്ഷേ സോണിൽ കയറാത്ത ആരൊക്കെ ഉണ്ട്? സോണിൽ ഇനി ആകെ 5 ടീമുകൾ മാത്രമല്ല, 2 ടീമുകൾ മാത്രമാണ് സോണിൽ. ബാക്കിയുള്ളവരെല്ലാം സോണിലില്ല. VSOP ആരെ അടിക്കാൻ നോക്കുന്നു? VSOP ആരാണ്? എക്സോഡസിന് മോനെ ലോങ് റേഞ്ച് സ്പ്രേ ഇടാൻ നോക്കും. VSOP കിടക്കച്ച് സ്പ്രേ ഓൾറെഡി അവിടെ നോക്ക് വീണിട്ടുണ്ട്. അതെ, നോക്ക് വീണിരിക്കുന്നു. എക്സോഡസ് ഡ്രാഗൺ അതെ റെവ് എടുക്കാൻ നോക്കുന്നു. അവിടെ ഇപ്പുറത്ത് TSSും ഇപ്പുറത്ത് VSOPയും പോളി അടി മോനെ. VSOSനെ പിന്നെയും ഗ്ലെൻ അടിച്ചിരിക്കുന്നു. എന്താ അത് മോളിക്കൊക്കെ എടുത്ത് അടിക്കുന്നുണ്ടല്ലോ. ഗ്ലെന്നിൻ്റെ സ്പ്രേയിൽ പിന്നെ അവിടെ വീണിരിക്കുന്നു. അടുത്തുണ്ട്. പക്ഷേ അവിടെ പിന്നെയും കല്ലിൻ്റെ കവറുകൊണ്ട് രക്ഷപ്പെട്ടു. പണി കിട്ടിയിരിക്കുന്നു. നമ്മുടെ TSSൻ്റെ പിള്ളേർ സ്പോട്ട് ചെയ്തു. എറർ എത്ര കിലുണ്ട്? എറർ മോനെ പൊളി. TSS ഇഡോപ്പ് അടിച്ചിട്ട് ഗ്ലെന്നെ ചാടി പറഞ്ഞ TSൻ്റെ പിള്ളേർ അവിടെ നിന്ന് അടിച്ചിട്ടു. മോനെ ഗ്ലെൻ അവിടെ വീണിട്ടുണ്ട്. പക്ഷേ ഗ്ലെന്നിൻ്റെ റവ് എടുക്കുകയും നമുക്ക് കണ്ടറിയാം. മോനെ VSOP ജാക്കിനെ അടിക്കുന്നു. ജാക്കിന് നല്ലോണം ഡാമേജ് ആയിട്ടുണ്ട്. പക്ഷേ ജാക്ക് വീണില്ല. പക്ഷേ VSOP അപ്പുറത്ത് മോനെ പൊള്ളി. TSS ഇന്ന് ഭയങ്കര അടിയിലാണ്. അപ്പോൾ മോനെ അവിടെ ആരാണ്? പ്ലേയേഴ്സ് കൊണ്ട് ഗ്ലെൻ വീണിട്ടുണ്ട്. ഗ്ലെൻ അത് നോക്കായി. ജാക്കുണ്ട്. ജാക്കിനെ എന്ത് ചെയ്യുന്നു കണ്ടു. മോനെ അവിടെ ഓൾ സ്റ്റാറിൻ്റെ പിള്ളേർ അപ്പുറത്തുണ്ട്. വനത്തിൻ്റെ പിള്ളേർ മുകളിലുണ്ട്. പക്ഷേ സോണിൻ്റെ ആർക്കില്ല. മോനെ അടി വരുന്നുണ്ട്. മോളിൽ നിന്ന് വനത്തിൻ്റെ RJ45 അടിക്കുന്നു. പക്ഷേ RJ45 സോണിൽ വീഴും. അത് സോണിലൂടെ ചാടി വരുന്നു. മോനെ RJ45 ചാടി വന്നു. പക്ഷേ സോണിൻ്റെ ഡാമേജ് കിട്ടി തീർന്നുപോയി. മോനെ ഇവിടെ HC വൈപ്പർ അടിക്കുന്നുണ്ട്. HC വൈപ്പർ മെഡൊക്കെ അടിച്ച് സെറ്റാണ്. പുള്ളി പക്ഷേ സോണിലാണോ? പുള്ളി സോണിലാണെന്ന് തോന്നുന്നുണ്ട്. അതേ പോരി. അവിടെ VSOP മാക്ക് വീണിരിക്കുന്നു. ജാക്ക് മാത്രം. മോനെ ജാക്ക് എന്തായാലും റെവ് എടുക്കാൻ പറ്റാൻ ചാൻസ് കുറവാണ്. അത് റെവ് എടുക്കും. അതേ സോൺ വരുന്നുണ്ട്. സോൺ ഡാമേജ് ഭയങ്കര കൂടുതലാണ്. സോൺ ഡാമേജ് എടുത്താൽ അവിടെ നിന്ന് ഒരു അടിയിട്ട് 2 ബുള്ളറ്റിന് തീരുന്നതാണ്. അതേ തീർന്നു മോനെ. റെവ് എടുക്കാൻ പോലും പറ്റില്ല. സോൺ പ്രശ്നമാണ്. ഈ സോൺ ഇതാണ് പ്രശ്നം. സോൺ ഒരു മൂലയിലായിരുന്നു. HC വൈപ്പർ അവിടെ പാമ്പായി കിടക്കുന്നുണ്ട്. പാമ്പായി വരുന്നു മോനെ. HC വൈപ്പർ പാമ്പായി കിടന്നു. പക്ഷേ വൈപ്പറിനപ്പം തന്നെ കില്ല് ചെയ്ത് വിട്ടിരിക്കുകയാണ് നമ്മുടെ സ്വന്തം VSOP പിള്ളേർ. പക്ഷേ സോൺ ഡെഡിൻ്റെ ഏറ്റവും കൂടുതലുണ്ടായിരുന്നു നമ്മുടെ TSൻ്റെ പിള്ളേരാണ്. TSൻ്റെ പിള്ളേർ അവിടെ ഉണ്ട്. മോനെ ഇനിയിപ്പോൾ വെറും 3 ടീം മാത്രം. ആരൊക്കെയാണ്? എന്തായാലും അവിടെ നിന്ന് ദൂരെ നിന്ന് അടിച്ചില്ല. BC വൈപ്പായി ബ്രോ. ഡ്രാഗൺ അല്ല മോനെ. ഇവിടെ ജാക്ക് മാത്രം. ജാക്ക് ഒറ്റയ്ക്കാണ്. പോരാട്ടമാണ് നടത്തുന്നത്. 3 ടീമുകൾ മാത്രം. അതിൽ ജാക്ക് ഒറ്റയ്ക്കാണ്. ബാക്കി അവിടെ ഓൾ സ്റ്റാറിൻ്റെ 2 പിള്ളേരും. TSS ഫുൾ സ്ക്വാഡുമാണ്. ഇതിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കണ്ടറിയാം. അതെ BC വൈപ്പായിട്ടുണ്ട്. അതൊരു മൊളട്ടോവൊക്കെ എടുത്ത് എറിയുന്നുണ്ട്. അതേ മൊളട്ടോവ് എങ്ങോട്ടോ പോയി. അത് നടു റോട്ടിലാണ് വീണത്. അത് മൊളട്ടോവുകൾ വാരി എറിയുന്ന ആരാണ് എവിടെയാണെന്ന് അറിയാതെ നമ്മുടെ മൊളട്ടോവുകൾക്ക് വാരി എറിയുന്നുണ്ട്. പക്ഷേ സോൺ 19 സെക്കൻഡിനുള്ളിൽ വരും. നമുക്ക് കണ്ടറിയാം എന്ത് ചെയ്യുമെന്ന്. എന്താണ് ജാക്ക് സ്മോക്കിലൂടെ പുകമറ സൃഷ്ടിച്ചുകൊണ്ട് മുന്നിട്ട് പോവുകയാണ്. പക്ഷേ പുള്ളിപ്പോഴും സ്മോക്കിലാണ്. നമ്മുടെ TSൻ്റെ പിള്ളേർ സൈഡിലൂടെ കയറി വരുന്നുണ്ട്. ഇനി ഒരു 3 ടീമും 4. അത് അവിടെ നമ്മുടെ ഓൾ സ്റ്റാറിൻ്റെ പിള്ളേരെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഓൾ സ്റ്റാറിൻ്റെ പിള്ളേരെ സ്പോട്ട് ചെയ്തിരിക്കുകയാണ്. ജഗറിൻ്റെ അവിടെ ഒരു തല കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നു. മോനെ അടുത്തടി VSOP ജാക്കിനെ തീർത്തിരിക്കുന്നു. പൊളി HMF അബൈ. അത് അവിടെ നിന്ന് ദൂരെ TSS അടിക്കുന്നു. മോനെ TSSൻ്റെ ആരടിച്ച് ബെക്കാടി നമ്മുടെ മാക്സിഡന്റ് അടിക്കുന്നു. പൊളി. അബൈ ഇപ്പം വീഴോ? ഇല്ല. ലാസ്റ്റ് മാൻ അബൈ ലാസ്റ്റ് മാനാണ്. അബൈനെ അടിക്കുമോ?
അബേനെ അടിക്കാൻ വേണ്ടി ജഗർനെട്ട് ചീരിപ്പാൻ ചേരുന്നു ജഗർനെട്ടിന് മുമ്പിൽ അബേ എന്ത് ചെയ്യും? അബേ അവിടെ കിടക്കിറന്നു, അവിടെ തന്നെ ഉറക്കിയിടുകയും ചെയ്തു. അങ്ങനെ TSSൻ്റെ പിള്ളേർ എന്ത് ഡിന്നർ കൊണ്ടേയിരിക്കുന്നു. പൊളി മോനെ. TSS ടീമിൽ എത്രയുണ്ട്? 64 10 18 കിലോ. TSSൻ്റെ പിള്ളേർ ഫസ്റ്റ് ഉണ്ട്. സെക്കൻഡ് നമ്മുടെ ഓൾ സ്റ്റാറിൻ്റെ പിള്ളേരാണ്. തേർഡ് നമ്മുടെ VSOP പിള്ളേരാണ്. BC ഒക്കെ വൈപ്പായല്ലോ. ഇപ്പോഴാണ് മെസ്സേജ് പറഞ്ഞത്. അതുപോലെ തന്നെ വേനത്തിൻ്റെ പിള്ളേർ കളി കഴിഞ്ഞു. വേനത്തിൻ്റെ പിള്ളേരുണ്ട്. അതുപോലെ തന്നെ എക്സോഡസിൻ്റെ പിള്ളേരുണ്ട്. നമ്മുടെ 5ാം സ്ഥാനത്ത് 4ാം സ്ഥാനത്ത് എററിൻ്റെ പിള്ളേരാണ് 4 കിലോടുകൂടി. BCയുടെ പിള്ളേർ 7ാം സ്ഥാനത്താണ്. അതുപോലെ തന്നെ 8ാം സ്ഥാനത്ത് നമ്മുടെ ബൈൻ്റെ പിള്ളേരാണ്. 9ൽ നമ്മുടെ ഡ്രെഡിൻ്റെ പിള്ളേരാണ്. 10ാം സ്ഥാനത്ത് നമ്മുടെ SPയുടെ പിള്ളേരാണ്. അതുപോലെ തന്നെ 11ൽ കൊമിക്കാണ്. 12ൽ LMX ഉണ്ട്. 13ൽ നമ്മുടെ റേസിൻ്റെ പിള്ളേരാണ്. 14ൽ CID ആണ്. 15ൽ DX. 16ൽ നമ്മുടെ സ്പാർട്ടയുണ്ട്. ബോസ്കോൻ്റെ പിള്ളേർ 17ലാണ്. നമ്മുടെ ടിപ്പെക്സ് അല്ല ലൂസിഫറിൻ്റെ പിള്ളേർ 18ലാണ്. ആൻറ്റിൻ്റെ പിള്ളേർ 19ലും 20ൽ നമ്മുടെ ഈ താനൂസ് ടിപ്പെക്സിൻ്റെ പിള്ളേരാണ്. 21ൽ സീറോ റെസ്പെക്റ്റിൻ്റെ പിള്ളേരുണ്ട്. 22ൽ തിയോസിൻ്റെ പിള്ളേരുണ്ട്. 23ൽ നമ്മുടെ ടോപ്പിൻ്റെ പിള്ളേരും. 24ൽ TS ആണ്. അതുപോലെ 25ൽ RDX ആണ്. പൊളിക്കളി. കൺഗ്രാജുലേഷൻ ടീം TSS. എത്ര കിലോ ഉണ്ട്? 18 കിലോ. അവരാണ് ഫസ്റ്റ് അടിച്ച്. സെക്കൻഡോടെ ഓൾ സ്റ്റാർസ് ആണ്. സോ ഇന്നത്തെ സ്ട്രീമിംഗ് കൂടെ നിർത്തിയാണ്. സോ നമുക്കിനി നാളെ കാണാം ഇതേ സമയം. നാളെ ഏതാണ് മാപ്പ് എനിക്ക് ഓർമ്മയില്ല. സോ നമുക്ക് സ്ലോട്ടൊക്കെ ബുക്ക് ചെയ്യണമെങ്കിൽ നമ്മുടെ താഴെ നമ്പർ ഇട്ടുണ്ട്. ആ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി സ്ലോട്ട് ബുക്ക് ചെയ്യാൻ. സോ ഓക്കെ ഗൈസ്, ബൈ.